ഇതിന്റെ അർത്ഥവും വ്യാപ്തിയും അന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്താണ് അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ ഉദ്ദേശിച്ചത് എന്ന് പൂർണ്ണമായും എനിക്കന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ പിന്നീട് നാം നമ്മുടെ കേരളത്തിൽ കണ്ടു. ഇവിടെ രമേശ് ചേച്ചി MLA ഇവിടെ വന്നിരിക്കുക. TP ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. വഴിവിട്ട പോക്കിനെതിരെ അദ്ദേഹം പുതിയ ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വഴിപിഴച്ച പോക്കിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ചന്ദ്രശേഖരനെ തന്നെ ഇല്ലാതാക്കുവാനാണ് അവർ തീരുമാനിച്ചത്. ഒരു ദിവസം TP ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റ് കശ്മലന്മാരുടെ അക്രമത്തിനിരയായി വെട്ടേറ്റ് മരിച്ച് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ ബോഡി എത്തിച്ചിരിക്കുകയാണ് എന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ ഉടനെ തന്നെ നേതാക്കന്മാരുമായി, അന്നത്തെ ആഭ്യന്തരമന്ത്രിയുമായി, എല്ലാവരുമായും ബന്ധപ്പെട്ടു. അധികം വൈകാതെ തന്നെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പറന്നെത്തുകയുണ്ടായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടൊന്നിച്ച് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ മുൻപിലെ റൂമിൽ ഇൻക്വസ്റ്റിനായി കൊണ്ടുവന്ന് കിടത്തിയ ചന്ദ്രശേഖരന്റെ മൃതശരീരം ഞാനും കാണുകയുണ്ടായി. എനിക്ക് കാണാൻ സാധിച്ചത് ചന്ദ്രശേഖരന്റെ മുഖത്ത് 51 വയസ്സു മാത്രം പ്രായമുള്ള ചന്ദ്രശേഖരന്റെ മുഖത്ത് 51 വെട്ടുകൾ വെട്ടി അതിദാരുണമാവണ്ണം കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മുഖത്ത് തുടരെ 51 വെട്ടുകൾ വെട്ടുവാൻ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ മറ്റൊരാൾക്കും തന്നെ സാധിക്കുന്ന കാര്യമല്ല. ആ സമയത്ത് എനിക്ക് ബോധ്യമായി. വർഷങ്ങൾക്ക് മുമ്പ് CH മുഹമ്മദ് കോയ പറഞ്ഞല്ലോ, മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകുമെന്നും മൃഗം അധപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകുമെന്നും CH പറഞ്ഞത് ശരിയാണ് എന്ന് എനിക്ക് ബോധ്യമായത് ആ ഒരു രംഗം കണ്ട സന്ദർഭത്തിലാണ്. ചന്ദ്രശേഖരന്റെ വിലാപയാത്രയുമായി കോഴിക്കോട്ട് നിന്ന് വിലാപയാത്ര പുറപ്പെട്ടു. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തലയുണ്ടായിരുന്നു, അതുപോലുള്ള ധാരാളം നേതാക്കന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ ആ ശവമഞ്ചവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വഴിനീളെയുള്ള ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു. വടകര ബസ് സ്റ്റാൻഡിൽ ആയിരങ്ങള് അന്ത്യോപചാരം അർപ്പിച്ചതിനു ശേഷം ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ രംഗം ഞാൻ ഓർമ്മിക്കുന്നു. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ അതുപോലുള്ള നേതാക്കന്മാർ രമയെ ആശ്വസിപ്പിക്കാൻ അവരുടെ അരികിലേക്ക് ചെന്നപ്പോൾ ആ സന്ദർഭത്തിൽ രമ നേതാക്കളോട് പറഞ്ഞത്, എന്റെ ജ്യേഷ്ഠനെ, എന്റെ ഭർത്താവിനെ, ചന്ദ്രശേഖരനെ കൊല്ലുവാൻ മാത്രമേ ഇവർക്ക് കഴിയുകയുള്ളൂ, സഖാവിനെ തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെയുള്ള നേതാവിനെയാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിന്റെ സമാപന സ്ഥലത്ത് ഒരു വിശിഷ്ട അതിഥിയായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വൈത്തിരിയിൽ വെറ്റിനറി സർവകലാശാലയിൽ 22 വയസ്സു മാത്രം പ്രായമുള്ള സിദ്ധാർത്ഥൻ എന്നു പേരുള്ള ഒരു കുട്ടിയെ ആ ക്യാമ്പസിലെ, ആ കോളേജിൽ തന്നെ പഠിക്കുന്ന SFIയുടെ യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള 10-30 പേര് ചേർന്ന് 3 ദിവസമാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചത്. വിവസ്ത്രനാക്കി 3 ദിവസം കോളേജിന്റെ നടുമുറ്റത്ത് SFIക്കാരൊരു കോടതിയുണ്ടാക്കി, ഭക്ഷണം കൊടുക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ സിദ്ധാർത്ഥിനെ അവര് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള ക്രൂരമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ കീർമാനിയെയോ അല്ലെങ്കിൽ കൊടിസുനിയെയോ
അതുപോലുള്ള ആളുകളെ ഉണ്ടാക്കുന്ന ഫാക്ടറികളാകാൻ പാടില്ല കോളേജിന്റെ ക്യാമ്പസുകൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കാണിക്കുന്നവർക്കെതിരെ വോട്ട് ചെയ്യുവാനുള്ള അവസരമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ രാഘവൻ വന്ന വഴി മറക്കാത്ത ഒരു നേതാവാണ്. CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രിയായപ്പോൾ 58 ദിവസമേ മുഖ്യമന്ത്രിയായിട്ടുള്ളൂ. കോഴിക്കോട് മാനഞ്ചിറയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കുകയാണ്. ആ സ്വീകരണത്തിനുള്ള മറുപടി പ്രസംഗത്തിൽ CH മുഹമ്മദ് കോയ പറഞ്ഞു, അത്തോളിയിലെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് മുസ്ലിം ലീഗിന്റെ സമരഭടനായി വളർന്ന് ഇന്ന് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറി വന്ന കോണി ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. വന്ന വഴി ഞാൻ മറക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരുന്നു എന്ന് പറഞ്ഞ CH-നെ ഞാൻ ഓർമ്മിക്കുന്നു. അതുപോലെ MK രാഘവൻ 15 വർഷമായി നമ്മുടെ MP ആണ്. അദ്ദേഹം സംസാരിക്കുന്ന പല യോഗങ്ങളിലും രാഘവൻ പറയാറുണ്ട്, എന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ബ്രേക്ക് തന്നത്, ഒരു വലിയ മാറ്റം ഉണ്ടാക്കി തന്നത് കോഴിക്കോട്ടുകാരാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ മലയാള സിനിമയിലെ അതിശക്തനായ ഒരു നടനായിരുന്നല്ലോ ജയനിലെ അഭിനേതാവിനെ മലയാളക്കരയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് ശരപഞ്ചരം എന്ന സിനിമയിലെ കുതിരക്കാരന്റെ വേഷം ചെയ്തതോടുകൂടി. മമ്മൂട്ടിയെ നാം ശ്രദ്ധിച്ചു തുടങ്ങിയത് യവനികയിലെ ഇൻസ്പെക്ടർ വേഷത്തിന് ശേഷമാണ്. മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വന്നുവെങ്കിലും മലയാളക്കരയിലെ ജനങ്ങളുടെ മനസ്സിൽ മോഹൻലാൽ കയറിക്കൂടിയത് രാജാവിന്റെ മകനിലെ ആ അഭിനയത്തോടു കൂടിയാണ്. അതുപോലെ നമ്മുടെ രാഘവൻ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുന്നത് ഇവിടെ കോഴിക്കോട്ട് MP ആയതിനു ശേഷമാണ്. ആദ്യത്തെ ഇലക്ഷനിൽ ഭൂരിപക്ഷം 800, രണ്ടാമത്തെ ഇലക്ഷന്റെ ഭൂരിപക്ഷം 18,000, കഴിഞ്ഞ തവണ അത് 85,000 മാറി. അമ്പലപ്പുഴ പാൽപ്പായസമാണെങ്കിൽ പോലും ആദ്യ ഗ്ലാസിന്റെ മധുരം അടുത്ത ഗ്ലാസ്സിനുണ്ടാവില്ല. എന്നാൽ രാഘവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം അദ്ദേഹത്തെ ജയിപ്പിച്ചത് 800, പിന്നെ 18,000, പിന്നെ അത് 85,000 കോഴിക്കോട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരാളും തുടർച്ചയായി 3 തവണ ജയിച്ചിട്ടില്ല. അതൊരു ചരിത്രമാണ്. ഇതാ ഒരു പുതിയ ചരിത്രം നാം എല്ലാവരും ചേർന്ന് രചിക്കുകയാണ്. 4ാം തവണ കോഴിക്കോട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും രാഘവനെ 1,00,000 മുകളിൽ വോട്ടിന് നാം ജയിപ്പിക്കാൻ പോവുകയാണ്. ഒരു വലിയ ചരിത്രം ഇവിടെ നമ്മൾ ഇത്തവണ സൃഷ്ടിക്കാൻ പോവുകയാണ്. അപ്പുറത്ത് മത്സരിക്കുന്ന കാൻഡിഡേറ്റ് വന്ന വഴി ഓർമ്മിക്കാത്തയാളാണ്. ഗോളിയോ റയൻസ് എന്നൊരു ചെറിയ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് അതും ഔട്ട് വർക്കറായിരുന്നു, പുറമ്പോക്ക് പണിക്കാരനായിരുന്നു. അവിടെ നിന്ന് നേതാവായി, MLA ആയി, വ്യവസായ മന്ത്രിയായി. എന്നാൽ അദ്ദേഹം വ്യവസായ മന്ത്രിയായ സമയത്താണ് ഗോളിയോ റയൻസ് എന്ന സ്ഥാപനം അടച്ചുപൂട്ടിയത്. ഗോളിയോ റയൻസ് എന്ന സ്ഥാപനം കോഴിക്കോട്ടുകാരുടെ മാത്രം വലിയൊരു വ്യവസായ ശാലയായിരുന്നില്ല. മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ഒരു വലിയ വ്യവസായ കേന്ദ്രമായിരുന്നു. ആ വ്യവസായശാല, അവിടെ നിന്ന് രാഷ്ട്രീയത്തിന്റെ ഹരിശ്രീ പഠിച്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിയ കരീം മന്ത്രിയായപ്പോഴാണ് ആ ഫാക്ടറി അടച്ചുപൂട്ടിയത്. കോഴിക്കോടിനോളം പ്രായമുള്ള പ്രതാപത്തിന്റെ പഴമയുടെ ഒക്കെ പ്രതീകമായിരുന്ന കോംട്രസ്റ്റ് ഫാക്ടറി അടച്ചുപൂട്ടിയതും ഇങ്ങേര് മന്ത്രിയായ സമയത്ത് തന്നെയാണ്. രാഘവൻ 15 വർഷം കൊണ്ട് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, രാഘവന്റെ പരിശ്രമ ഫലമായി കോഴിക്കോടിന് ലഭിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്നാൽ അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ശ്രമഫലമായി കോഴിക്കോട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് തൊട്ടു കാണിക്കാൻ ദൈവം സഹായിച്ച് അദ്ദേഹത്തിന് കഴിയില്ല. പിന്നെ ഈ ഇലക്ഷനിൽ നോമിനേഷൻ കൊടുത്തപ്പോൾ മൂപ്പര് പേരിനോടൊപ്പം ഒരു ഇക്ക എന്നങ്ങ് ചേർത്ത്. കാക്ക കുളിച്ചാൽ കൊക്കാവുമോ?
പേരിനോടൊപ്പം ഒരു ഇക്ക എന്ന് പറഞ്ഞാൽ ആള് മാറുമോ? കോഴിക്കോട്ടെ ജനങ്ങളെ, കോഴിക്കോട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടില്ല. ഇവിടെയുള്ള ജനങ്ങൾക്ക് ജാതി നോക്കി വോട്ട് ചെയ്യുന്നവരല്ല, നെറ്റിയിലെ നിസ്കാരത്തയമ്പ് നോക്കി വോട്ട് ചെയ്യുന്നവരല്ല, നെറ്റിയിലെ ചന്ദനക്കുറി നോക്കി വോട്ട് ചെയ്യുന്നവരല്ല, ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്ന പാരമ്പര്യം കോഴിക്കോട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലില്ല. നിങ്ങൾ മറന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർ KG അടിയോടി ഇവിടെ പാർലമെന്റിലേക്ക് മത്സരിച്ചു. ചന്ദനക്കുറി തൊടാറുള്ള, എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താറുള്ള ഈശ്വര വിശ്വാസിയായ ഡോക്ടർ അടിയോടി നമ്മുടെ സ്ഥാനാർത്ഥി. അപ്പുറത്ത് നിസ്കാരമുള്ള, നരച്ച താടിയുള്ള, തലയിൽ തൊപ്പിവെക്കാറുള്ള ബാവഹാജി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. ഇവര് നിസ്കാരത്തയമ്പൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്നു പല ആളുകൾക്കും. പക്ഷെ വോട്ടെണ്ണിയപ്പോ എന്താ ഫലമുണ്ടായത്? ഡോക്ടർ അടിയോടി 58,000 വോട്ടിൽ ജയിച്ചു. പിന്നീട് K മുരളീധരനും CM ഇബ്രാഹിം ഇവിടെ മത്സരിച്ചു. അന്നും K മുരളീധരൻ 50,000 വോട്ടിന് ജയിച്ചു. നിസ്കാരത്തയമ്പൊന്നും ഇവിടെ ചെലവായില്ല, അതിനൊന്നും ഇവിടെ വോട്ട് കിട്ടിയില്ല. അപ്പോ ഈ തരത്തിലുള്ള പ്രചരണം അത് കൊടുവള്ളിയിൽ അല്ലെങ്കിൽ കോഴിക്കോട്ട് അത് ചെലവാവില്ല. അത് ആ പരിപ്പൊന്നും ഇവിടെ വേവില്ല എന്ന് മാത്രമേ വളരെ വിനയത്തോടുകൂടി എനിക്ക് അവരെ ഓർമ്മിപ്പിക്കുവാനുള്ളൂ. ഞാന് അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് MKR കൂടി വന്നിട്ട് രമേശ് സംസാരിക്കാൻ നേരം. ഏതായാലും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഈ കോഴിക്കോട് ഇത്തരത്തിലുള്ള യാതൊരുവിധ പ്രചരണവും വില പോകാൻ പോകുന്നില്ല. ഈ ഇലക്ഷനിൽ ഒരുപാട് സംഭവങ്ങൾ സമീപകാലത്തുണ്ടായിരിക്കുന്നു. ഒന്ന്, TP-യുടെ കേസിലെ വിധി. നേരത്തെയുള്ള ശിക്ഷ വീണ്ടും ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുക. 20 വർഷം കൂടി എല്ലാവരും ഇനി ജയിലിൽ, ആ കേസിലെ പ്രതികൾ ജയിലിൽ കഴിയണം. മാത്രമല്ല അതിനിടയിൽ ഒരു പരോള് പോലും കൊടുക്കരുത് എന്ന് കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പിന്നീടുണ്ടായ ഒരു സംഭവം, നമ്മുടെ കണ്ണൂരില് പാനൂരിൽ ബോംബ് പൊട്ടിയിരിക്കുക. എന്തിനാ ഈ ഇലക്ഷൻ സമയത്ത് ഇവര് ബോംബുണ്ടാക്കിയത്? ഇങ്ങനെ പൊട്ടുന്ന അവർ വിചാരിച്ചില്ല, ദൈവം കാണിച്ചെന്നാണ്. അപ്പൊ എല്ലാം കൊണ്ടും ഇവർക്കെതിരാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്ക് 20-ൽ 19 സീറ്റ് കിട്ടി. അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ഇലക്ഷനിൽ മത്സരിച്ചപ്പോ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞു, രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രത്യേകതയുമില്ല, 20-ൽ ഒരാൾ മാത്രമാണ് രാഹുൽ എന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷനിൽ കിട്ടിയ ഭൂരിപക്ഷം 4,31,000 കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പാർട്ടി എന്നോട് പറഞ്ഞത്, നീ വയനാട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വണ്ടൂരിൽ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്താൽ മതി, ഇലക്ഷന് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ പ്രസംഗിക്കലായിരുന്നില്ല എന്നെ ഏൽപ്പിച്ച ദൗത്യം. പതിവായി LDF-ന് വോട്ട് ചെയ്യാറുള്ള വീടുകളിൽ പോയി പ്രാദേശിക പാർട്ടി മുന്നണി പ്രവർത്തകരോടൊന്നിച്ച് വീടിൽ പോയി സ്ക്വാഡ് വർക്ക് നടത്തണം. അങ്ങനെ ഞങ്ങൾ പല വീടുകളിലും ചെന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുന്നത്. അവര് ഞങ്ങളോട് ആ സമയത്ത് പറഞ്ഞു, ഇത്തവണ ഞങ്ങളുടെ വോട്ട് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തരണം, ഞങ്ങളെ മൂപ്പരോട് നിങ്ങൾ ഈ വിവരം പറയരുത്. മൂപ്പരെന്ന് പറഞ്ഞാൽ ആരാ? കെട്ടിയോനോട് ഈ വിവരം പറയരുത്. വോട്ട് എണ്ണി നോക്കിയപ്പോ എന്താ സ്ഥിതി എന്നറിയോ? മൂപ്പരറിയാതെ മൂപ്പത്തിമാരൊക്കെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു. മൂപ്പത്തിമാരറിയാതെ മൂപ്പരും വോട്ട് ചെയ്തു. മൂപ്പരും മൂപ്പത്തി അറിയാതെ മക്കളും വോട്ട് ചെയ്തു. അങ്ങനെ 4,31,000 കിട്ടിയത്. അല്ലാതെ ആകാശത്ത് നിന്ന് മലക്കൾ ഇറങ്ങി വോട്ട് ചെയ്തിട്ടല്ല. അതേപോലെ തന്നെ ഇത്തവണയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ 20 സീറ്റാണുള്ളത്. 20-ൽ 20 സീറ്റും ഇത്തവണ UDF ജയിക്കും. രാഘവൻ 1,00,000 മേൽ വോട്ടിന് ഈ ഇലക്ഷനിൽ ജയിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വരെ, കാർഡുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ കൂട്ടുന്നില്ല, കാർഡൊന്നുമില്ലാത്ത അനുഭാവികളായ കമ്മ്യൂണിസ്റ്റുകാർ വരെ പറയുന്നത് ഞങ്ങൾ ഇത്തവണ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ്. അവര് നമ്മളെ സഹായിക്കുന്നു പറയാം. രാഘവൻ ഓരോ ഇലക്ഷനിലും വോട്ട് ഭൂരിപക്ഷം കൂടി ഞാൻ പറഞ്ഞല്ലോ.
അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആദ്യം 2 MLA ആയി. തൊട്ടടുത്ത ഇലക്ഷനിൽ ആ 2ാം നിയോജകമണ്ഡലത്തിൽ തോറ്റു. പിന്നെ ബേപ്പൂരിന് MLA ആയി 20,000 വോട്ടിന്. പിന്നീട് ഇലക്ഷൻ വന്നപ്പോ നമ്മുടെ ചെറിയൊരു കുട്ടിയാ ആ ആദം മനുഷ്യനോട് 4,000 വോട്ടായി ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പൊ ഇവർ തമ്മിൽ വലിയ അന്തരവും വ്യത്യാസവുമുണ്ട്. അതുകൊണ്ട് ഈ ഇലക്ഷൻ നമ്മുടെ വിലയേറിയ സമ്മതിദാനം, ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ ഭരണഘടന കാത്തുസൂക്ഷിക്കുവാൻ നമ്മുടെ വിലയേറിയ സമ്മതിദാനം ഉപയോഗിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നടത്തിയ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളോട് സംസാരിക്കാൻ, കാര്യങ്ങൾ പറയാൻ ഒരുപാട് അനുഭവങ്ങളുള്ള, തീഷ്ണമായ അനുഭവങ്ങൾ ഉള്ള സഖാവ് രമ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവര് നിങ്ങളോട് പറയും. ഞാൻ അവരെ ഈ സഖാവ് എന്ന് വിളിച്ചപ്പോ ഒരു കാര്യം കൂടി ഓർക്കുക. കഴിഞ്ഞ ഈ ഇലക്ഷനിൽ സഖാവ് എന്നുള്ള പേര് മാറ്റി ഇക്ക എന്നാക്കിയത് ഞാൻ പറഞ്ഞില്ലേ? സഖാവിന്റെ അത്ര ഒരു മഹത്വമുണ്ടോ ഇക്ക എന്നുള്ള വിളിക്ക്? സഖാവ് എന്ന് പറയുമ്പോൾ പണ്ടുള്ള ആളുകൾ ഓർത്തിരുന്നത് സഖാവ് കൃഷ്ണപ്പള്ളിയുടെ മുഖമാണ്. സാഹിബ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ അതിന് ഓർക്കാറ്, അല്ലാണ്ട് KC അബൂനല്ല. അപ്പൊ ഈ സഖാവ് എന്ന് പറഞ്ഞാൽ വലിയ മാന്യതയുള്ള, വലിയ മഹിമയുള്ള ഒരു വിശേഷണമാണ്. പേരിനോടൊപ്പം ചേർത്ത് വിളിക്കുന്ന വലിയൊരു കാര്യമാണ്. അതുപോലും മാറ്റി ഈ ഇലക്ഷന് വേണ്ടി മാറ്റാൻ തയ്യാറായ ആളുകളെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പാടയെ പരാജയപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്. താങ്ക് യു അബൂ സാഹിബ്. അടുത്തത് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ രമേശ്. ആദ്യമായിട്ടാണ് നരിക്കുനി ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഈ സുവർണാവസരം ലഭിച്ചത് പരിശേരിമുക്കിലെ നമ്മുടെ പ്രവർത്തകർക്കാണ്. അവരെ ആദ്യമായിട്ട് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. MP ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തിച്ചേർന്നതാണ്. അതിനുശേഷം രമേശ് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ അപ്പം രാഘവട്ടൻ ഏതാനും നിമിഷം ഇവിടെ എത്തിച്ചേരും. ഇതുവരെ സംസാരിക്കുന്നത് ആസിഫിനെ ക്ഷണിക്കും. നേരെ നമുക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ച പ്രിയപ്പെട്ട അബൂ സാഹിബ് അവர்கள், നമ്മൾ ഏവരും ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വടകരയുടെ MLA CPIM കൈമാലികർ അനുകൂലം ചെയ്ത ടിപ്പു ചന്ദ്രശേഖരന്റെ പ്രിയബന്ധവും കേരള നിയമസഭയിലെ സ്ത്രീകളുമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി വലിയ രൂപത്തിൽ കേരളത്തിലെ വർഗ ഫാസിസ്റ്റുകളായ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെയും രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്ന RSS നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെതിരെയും പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രമേശ് നമ്മളോട് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പര്യടന പരിപാടികൾ ഏകദേശം 2 കേന്ദ്രങ്ങൾ കൂടി കഴിഞ്ഞാൽ രാഘവട്ടൻ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പ്രദേശത്തേക്ക് കടന്നെത്തിച്ചേരും. നമുക്കറിയാം, എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ പറയുന്നത് പോലെ ഏറെ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പാണ്.
എന്ന് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പൊതുയോഗങ്ങളിലും പരിപാടികളിലുമൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നിരുന്നാലും പുലി വരുന്നേ എന്ന് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഏറെ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാജ്യത്ത് BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് 2014 മുതൽ കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രൈസ്തവനെയും പാഴ്സിയെയും എല്ലാവരെയും സർവ്വമതവിഭാഗങ്ങളെയും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിലൂടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മുന്നേറ്റം രാജ്യത്ത് സംജാതമായി കടന്നു വരികയാണ്. പ്രതീക്ഷ കൈവിടാതെ നമുക്ക് ഇന്ത്യ മുന്നണിയെ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളുമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ പ്രാദേശിക കക്ഷികളെയും ഒരു മാലയിലെ മുത്തുപോലെ അണിനിരത്താൻ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലാം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക പാർട്ടികളെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ സീറ്റുകൾ എല്ലാം നഷ്ടമാകുന്ന സാഹചര്യം സംജാതമായി വന്നിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കൈയുയർത്തുന്ന, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈയുയർത്തുന്ന ആളുകളെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നേരത്തെ ഇവിടെ വളരെ കൃത്യമായി വിശദീകരിച്ചു. രാജ്യത്ത് കേന്ദ്രത്തിൽ BJPയെ താഴെയിറക്കുക, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വർഗ ഫാസിസ്റ്റുകൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെയും CPIയും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് എതിരെയും കൂടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, ഈ പ്രദേശത്ത് പ്രിയപ്പെട്ട രമേശ് ഇവിടേക്ക് കടന്നു വരുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം അതിനുണ്ട്. കാരണം ഞാൻ ഉൾപ്പെടെ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ CPIഎമ്മിൽ പ്രവർത്തിച്ചവരാണ്. CPIഎമ്മിൽ പ്രവർത്തിച്ച് ആ പാർട്ടി വിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നവരാണ്. വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരെ മാനസികമായും ശാരീരികമായും പലവിധത്തിലുമുള്ള അക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്ത് അതിശക്തമായ പോരാട്ടത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും UDFനും ബൂത്തിലിരിക്കാൻ ആളില്ലായിരുന്നു. CPIഎമ്മിന്റെ സംഘടനാ നയത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് ബൂത്തിലിരിക്കാൻ ആളുണ്ടായി. ഓഫീസില്ലാത്ത പ്രദേശത്ത് ഓഫീസ് ഉണ്ടായി. കൊടികെട്ടാൻ ആളില്ലാത്തത് കൊടികെട്ടി. ബൂത്ത് കയറാൻ ആളില്ലാത്തത് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തി. രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഈ പ്രദേശത്ത് കഴിഞ്ഞ വിഷുവിനോടനുബന്ധിച്ച് 436 വീടുകളിൽ ഈ പ്രദേശത്ത് കഴിഞ്ഞ ഓണത്തിനോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും പച്ചക്കറി കിറ്റുകൾ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ പ്രദേശത്ത് ആംബുലൻസ് സർവീസിലൂടെ ഇവിടുത്തെ UDF പ്രവർത്തകർ ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ കേരളത്തിലും രാജ്യത്തും ഉണ്ടാകുന്ന മാറ്റത്തെ പോലെ ഈ പറശ്ശേരിമുക്കിലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് രമേശ് ഈ പ്രദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഏറെ ആവേശപൂർവ്വം ആ പരിപാടി ഏറ്റെടുക്കുകയും ആ പരിപാടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ രൂപത്തിൽ ഈ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയെയും ഇന്ത്യ മുന്നണിയെയും അധികാരത്തിലേക്ക് കൊണ്ടുവരേണ്ട വലിയ പ്രധാനമായ സാഹചര്യമാണ് ഇന്നുള്ളത്. ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരുടെയും ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഈ പ്രദേശത്തും നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും UDFനെ വിജയിപ്പിച്ചു കൊണ്ടുവരുന്നതിലേക്കുള്ള പ്രവർത്തനങ്ങളായി മാറണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട നേതാവും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശ്രീ മൊയ്തീൻ നേരോത്ത് അവർകൾ, വാർഡ് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള ഗോവിന്ദൻകുട്ടി നായർ, 131 ബൂത്ത് ചെയർമാനായിട്ടുള്ള ഹാരിസ് നടുവടിയിൽ, 131 ബൂത്ത് കമ്മിറ്റിയുടെ 132 ബൂത്ത് കമ്മിറ്റിയുടെ കൺവീനർ VP അബ്ദുൽ മജീദ്, ചെയർമാൻ VK മുഹമ്മദ്, അതേപോലെ ഈ സുരേഷ് വളരോത്ത്,
അതേപോലെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയും നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയും പ്രിയപ്പെട്ട കേരളത്തിന്റെ വടകര നിയോജക മണ്ഡലം MLA-യും പ്രിയപ്പെട്ട രമേശിയെ ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ MK രാഘവന്റെ സ്ഥാനാർത്ഥി പര്യടന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവരെ ഏറെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഏറെ പ്രിയങ്കരനായ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ KC അബു അവർകൾ, ആസിഫ്, ലീഗിന്റെയും കോൺഗ്രസിന്റെയും മറ്റു നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞവരെ, തീപ്പാറുന്ന പോരാട്ട വേദിയിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വടകര മണ്ഡലം നിങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ ഓരോ ദിവസവും അതിന്റെ വീറും വാശിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് മണ്ഡലവും എന്നറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു വടകരയിൽ എല്ലാ നേതാക്കന്മാരും, ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും നേതാക്കന്മാരൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അവിടെ നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഇന്ന് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭയം അവരിലേക്ക് എത്തിയിട്ടുണ്ട്, പരാജയപ്പെടുമെന്ന് അവര് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സ്ഥലത്ത് നിന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും അത്രയും വിലയേറിയതാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. 19 മണ്ഡലം തോറ്റാലും 20ാമത്തെ മണ്ഡലം അല്ലെങ്കിൽ വടകര ജയിക്കണം എന്നൊരു വാശിയിൽ കഴിഞ്ഞ കുറെ കാലമായി, 3 പതിറ്റാണ്ടായി അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. ഈ പ്രാവശ്യവും ആ ഒരു വാശിയിലാണ് അവരുള്ളത്. പക്ഷെ ആസിഫും ഇവിടുത്തെ ആളുകളും ഒക്കെ നിർബന്ധിച്ചപ്പോ തീർച്ചയായിട്ടും, പ്രത്യേകിച്ചും രാഘവേട്ടന്റെ ഒരു പ്രചരണ പരിപാടി സമാപന സ്ഥലത്ത് നരിക്കുനി പഞ്ചായത്തിലെ പറശ്ശേരി മുക്കിൽ എത്തിച്ചേരുക എന്നുള്ളത് എന്റെയും ഒരു ആഗ്രഹമായൊരു സന്തോഷമായിട്ട് കാണുകയാണ്. പ്രത്യേകിച്ചും ഈ കേന്ദ്രങ്ങളെ സംബന്ധിച്ചൊക്കെ കേട്ട സമയത്ത്, ഒരു കാലത്ത് പാർട്ടിയുടെ ഇറ്റില്ലമായിരുന്ന ഒരു സ്ഥലം, മറ്റ് എതിരാളികൾക്ക് കാലുകുത്താൻ പോലും അനുവദിക്കാത്ത ഒരു സ്ഥലത്ത് അതിനൊക്കെ മാറ്റം വന്നുകൊണ്ട് ജനാധിപത്യ രീതിയിലേക്ക് ഒരു നാട് നീങ്ങിയതിന്റെ ചില സൂചനകൾ കൂടി കണ്ടു തുടങ്ങിയ ഒരു മണ്ണാണ് ഈ മണ്ണ് എന്നുള്ളതും നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്. അവിടെയാണ് ഈ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് നാം ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും പൊരുതിക്കൊണ്ടിരിക്കുന്നതും. ഞാനൊക്കെ നിൽക്കുന്നത് പോലും ഒരു രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അതിശക്തമായിട്ട് നിന്നു പോകുന്നത്, നേരത്തെ KC അബു അവർകളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന് സജീവമായിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ ഉപേക്ഷിച്ച് ഒരു കുടുംബിനിയായി, വീട്ടുകാരിയായി ഇങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചൊരിടത്ത് നിന്ന് പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ ജനാധിപത്യം അവസാനിപ്പിച്ചിടത്ത് എതിരഭിപ്രായങ്ങളെ കൊന്നുതള്ളിയിടത്തേക്ക്, അങ്ങനെ എതിരഭിപ്രായങ്ങളെ കൊന്നുതള്ളുന്ന ഒരു മണ്ണിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ല എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. വളരെ നിഷ്ഠൂരമായൊരു മനുഷ്യനെ കൊല ചെയ്ത സമയത്ത് അതോടുകൂടി ആ രാഷ്ട്രീയം അവസാനിച്ചു എന്ന് കരുതിയവർക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു വലിയ ജനത അതിജീവിക്കുന്ന ഒരു മണ്ണുകൂടിയാണത്. നേരത്തെ ആസിഫയുടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒരു കാലത്ത് 2008 മുതൽ 2008 ഒഞ്ചിയത്ത് CPM-ൽ നിന്ന് വിട്ട് ഞങ്ങൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത്, RMB എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. CPM-ൽ ഉണ്ടാകുന്ന നെറുകേടുകൾക്കെതിരെയും അതിനകത്തുണ്ടാകുന്ന വർഗ രാഷ്ട്രീയം മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് അതിന്റെ കൊടിയും അതിന്റെ നയപരമായ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം തീരെഴുതി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെയാണ് ഞങ്ങൾ ആ പാർട്ടിക്കകത്ത് സമരം നടത്തിയിരുന്നത്. പക്ഷേ ആ പാർട്ടിക്കകത്ത് ആ സമരം നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ആ പാർട്ടി വിട്ട് പുറത്തു വരാൻ ആയിരക്കണക്കിന് മനുഷ്യർ, ഒരു പ്രദേശത്തെ ഒഞ്ചിയം എന്ന് പറയുന്ന ഗ്രാമം കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ്. ആ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും, അവിടെ പ്രതിപക്ഷമില്ലാതെയായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. ഇതുപോലെ കോൺഗ്രസുകാർക്കോ ലീഗുകാർക്കോ ഒന്നും അവിടെ
ഒരു വേര് പോലും ഉണ്ടായിരുന്നില്ല, ഒരു കൊടുകുത്താൻ പോലും സാഹചര്യവും അവസ്ഥയും ഇല്ലാതെ പൂർണ്ണമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ഗ്രാമം. 48-ൽ 10 രക്തസാക്ഷികളെ ഉണ്ടാക്കിയ ഒരു മണ്ണ്. ഒഞ്ചിയം വടകരയുടെ ജയിൽ ഭിത്തിയിൽ സ്വന്തം ചോര കൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ച മണ്ടോടിക്കണ്ണന്റെ നാട്, അതാണ് ഒഞ്ചിയം. ആ ഒഞ്ചിയത്താണ് 2008-ൽ ആ പാർട്ടിയിൽ ഏകദേശം 80% ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് ഞങ്ങൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ പാർട്ടി ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് അവിടെ സ്വതന്ത്രമായിട്ട് ഇതുപോലെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക, ഒരു ബദൽ രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞ് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നുകൊണ്ടുവരുന്നത്, അത്തരം നെറുകേടുകൾക്കെതിരെ വിരൽ ചൂണ്ടാനും അനീതികളെ തുറന്നു കാണിക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മുന്നോട്ട് പോവുക എന്നതായിരുന്നു ഞങ്ങൾ ഉദ്ദേശം. പക്ഷേ അവിടെ ഞങ്ങൾ അതിജീവിച്ച ഒരു ഭീകരത എന്ന് പറഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാകാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾ ആ മണ്ണിൽ അതിജീവിച്ചത്. ഇവിടെ നേരത്തെ ആസിഫ് സൂചിപ്പിച്ചതുപോലെ ഭീകരമായ, അതിലും ഇതൊന്നും ആയിരുന്നില്ല ആ നാട് എന്ന് പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ള ഒരു നാട്ടിൽ ഭീകരമായ ആക്രമണങ്ങളാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കു നേരെ, വീടുകൾക്കു നേരെ, സ്ഥാപനങ്ങൾക്കു നേരെ. പല ആളുകളെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പല ആളുകൾക്കും പാസ്പോർട്ട് പോലും ഇല്ലാതാക്കിക്കൊണ്ട് അവരെ വിദേശത്ത് പോലും പോകാൻ അനുവദിക്കാത്ത രൂപത്തിലേക്ക് ആ പാർട്ടി മാറ്റി. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർന്ന ആളുകൾക്ക് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാതായി. ബാങ്കൊക്കെ അവരുടെ കൈകളിലായിരുന്നു. അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോലും കഴിയാത്ത രൂപത്തിലേക്ക് ഞങ്ങളെ ആ സ്ഥലത്ത് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു എന്നതാണ്. എല്ലാ അർത്ഥത്തിലും ശ്വാസം മുട്ടിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ ഒരു മനുഷ്യരെ എങ്ങനെയൊക്കെ മാനസികമായും ശാരീരികമായും ഇല്ലാതാക്കാൻ കഴിയുമോ ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അങ്ങനെ 2009-ൽ ആദ്യമായിട്ട് വന്നു ചേർന്ന പാർലമെന്റ് ഇലക്ഷൻ, അതുവരെയുള്ള എല്ലാ ഇലക്ഷനിലും വടകര പാർലമെന്റിൽ ഇടതുപക്ഷമല്ലാതെ മറ്റൊരാൾ പാർലമെന്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നില്ല, പാർലമെന്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല വടകരയിൽ നിന്ന്. തൊട്ട മുന്നത്തെ വർഷം 1.5 ലക്ഷം വോട്ടിനാണ് സതീദേവി എന്ന് പറയുന്ന CPM-ന്റെ കാൻഡിഡേറ്റ് അവിടെ മത്സരിച്ച് ജയിച്ചത്. ആ മണ്ണിൽ 2009-ലെ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖരനും മത്സരിക്കുകയാണ്. ഏകദേശം 22,000 വോട്ടിനടുത്ത് ചന്ദ്രശേഖരന് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടി. ആ തെരഞ്ഞെടുപ്പിലാണ് പരാജയം എന്തെന്ന പാർട്ടി അറിഞ്ഞത്. ആ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന KPCC-യുടെ സമുന്നതനായ നേതാവ്, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് 50,000 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF ജയിച്ച മണ്ണിൽ 50,000 വോട്ടിനാണ് വടകര മണ്ഡലത്തിൽ UDF അവിടെ വിജയിക്കുന്നത്. ഞങ്ങളുടെ സ്വാധീനത്തിന്റെയും കൂടി ഫലമായിട്ട് അവിടെ ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്ത് രാഷ്ട്രീയം ജനങ്ങളോട് പറയുകയും ജനങ്ങൾക്ക് എല്ലാവർക്കും സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യവും കൂടി സൃഷ്ടിച്ചു. അതിനുശേഷം നടന്ന ഒരൊറ്റ പാർലമെന്റ് ഇലക്ഷനിലും അവിടെ CPM നിലം തൊട്ടിട്ടില്ല, ഇടതുപക്ഷം നിലം തൊട്ടിട്ടില്ല. അവിടെയാണ് ഈ പ്രാവശ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യവും അത്യുജ്വലമായിട്ട് വിജയമായിരിക്കും വടകര മണ്ഡലത്തിൽ ഉണ്ടാവുക എന്ന് നിങ്ങൾ എഴുതി വെച്ചോ. ഷാഫി പറമ്പിൽ 1.5 ലക്ഷം വോട്ടിനധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു മണ്ഡലമായിട്ട് വടകര മാറാൻ വേണ്ടി പോവുകയാണ്. കോഴിക്കോടൊക്കെ ഒരുപക്ഷെ അതിന് ഞാൻ എന്റെ ഒരു സ്വകാര്യതയിലേക്ക് കൂടി പറയുന്നത് ആ തരത്തിലേക്ക് അത് നീങ്ങുമെന്നുള്ളത്. കാരണം അവിടെ വടകരയിൽ ആ ഒരു ജനാധിപത്യ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഞാനത് ഇവിടെ സൂചിപ്പിച്ചു, അതിന്റെ ഒരു പശ്ചാത്തലം സൂചിപ്പിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം, ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് നാളെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുക എന്ന തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. 2029-ൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇന്ത്യ ഉള്ളത്. ഇവിടുത്തെ എല്ലാ ജനാധിപത്യവും അവസാനിപ്പിച്ചു, മതേതരത്വം ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു, നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കാൻ പോകുന്നു, ഭരണഘടന ഇല്ലാതാക്കാൻ പോകുകയാണ്. നമ്മളെല്ലാം ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആ ഭരണഘടന പോലും അട്ടിമറിക്കപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വീണ്ടും നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും വിശ്രമമില്ലാത്ത പോരാട്ടത്തിന്റെ നാളുകളായി മാറേണ്ടതുണ്ട്. ഇന്ത്യയിൽ പുതിയ ഒരു രാഷ്ട്രീയ സഖ്യം നിലവിൽ വരണം. അവിടെയാണ് ഇന്ത്യ മുന്നണിയെ ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ആ ജനാധിപത്യം പൂർണ്ണമായും
അവശേഷിച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ഈ രാജ്യത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാസിസ്റ്റ് ശക്തികൾ. നരേന്ദ്രമോദിയുടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഈ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ സീറ്റും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് അതിന്റെ സവിശേഷത. അതിൽ കോൺഗ്രസിന് കിട്ടുന്ന സീറ്റാണ് ഏറ്റവും നിർണായകം എന്നുകൂടി പറഞ്ഞു വെക്കണം. കോൺഗ്രസിന് കിട്ടുന്ന ഓരോ സീറ്റും എത്ര സീറ്റ് കിട്ടുന്നോ ആ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരേണ്ടതാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്ന തരത്തിലേക്ക് ആ സീറ്റ് വർദ്ധിപ്പിച്ച് ഈ രാജ്യം നിലനിൽക്കണം എന്നതാണ് നാം പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ മുഖത്താണ് നമ്മൾ ഇപ്പോൾ. അങ്ങനെ പറയുമ്പോഴാണ് മറുപക്ഷത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പല ബോർഡുകളും കാണാൻ ഇടയായി. ആ ബോർഡുകളിലൊക്കെ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ചില ബോർഡുകൾ, ഇടതുപക്ഷം എന്ന് പറയുന്നത് ഞാനൊരു ഇൻവെർട്ടഡ് കോമയിൽ നിൽക്കുകയാണ്. ഇന്നത്തെ ഇടതുപക്ഷം ആ പക്ഷം അല്ലാതായി മാറി എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അത് വലതുപക്ഷമല്ല എന്ന് മാത്രമല്ല, തീവ്ര വലതുപക്ഷത്തിലേക്ക് മാറിക്കൊണ്ട് ഒരു ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിയായി ആ പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതും മറ്റൊരു കാര്യം. അവിടെയാണ് ഇടതുപക്ഷം പറയുന്നത് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ, നരേന്ദ്രമോദിയെ താഴെ ഇറക്കൂ എന്നത്. ശരിക്കും ചിരിക്കാൻ വകയുള്ള ചില പോസ്റ്ററുകളാണ് അതല്ലേ. എങ്ങനെയാണ് 44 സീറ്റിൽ മാത്രം ഇന്ത്യയിൽ മത്സരിക്കുന്ന ഒരു ഇടതുപക്ഷത്തിന് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുക എന്ന ചോദ്യം. 24 സീറ്റ് എന്ന് പറയുമ്പോൾ മത്സരിക്കുന്നതാണ്, അതിൽ 20 സീറ്റ് കേരളത്തിൽ നിന്നാണ്. ബാക്കി 24 സീറ്റിൽ മത്സരിക്കുന്നത് അവിടെ കോൺഗ്രസിന്റെയും UDF-ന്റെയും മറ്റ് കക്ഷികളുടെയും ഔദാര്യത്തിന്റെ ഭാഗമായി കിട്ടിയ സീറ്റിലാണ് മത്സരിക്കുന്നത് എന്നുകൂടി നാം ഓർക്കണം. ഇടതുപക്ഷം എവിടെയും ഇല്ലാതായ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതും ആ പാർട്ടി ആലോചിക്കേണ്ടതാണ്. ആ പാർട്ടി ആ തരത്തിലേക്ക് പറയുമ്പോൾ ഇവിടെയൊക്കെ പറയുന്ന രാഷ്ട്രീയം കൂടി നാം ചർച്ച ചെയ്യാതെ പോകാൻ പറ്റില്ല. കോൺഗ്രസിനെ ദുർബലമാക്കണം, കോൺഗ്രസ് ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി BJP-യേക്കാൾ ശക്തമായി ഏതാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷമാണ് എന്ന് നമുക്ക് പറയാം. കേരളത്തിൽ BJP-ക്കാർ, കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവൻ BJP-ക്കാർ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നതാണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയോടുകൂടി, അതിനേക്കാൾ കുറച്ചുകൂടി വീര്യത്തോടുകൂടി CPM-കാർ കേരളത്തിൽ പറയുന്നു കോൺഗ്രസ് ഇല്ലാതാകണം. ഓരോ സമയവും കോൺഗ്രസിലേക്ക് ഭൂതക്കണ്ണാടി വെച്ച് നോക്കി കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും BJP-യിലേക്ക് പോകുമെന്നെങ്കിൽ അതിനെ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു CPM എന്ന പാർട്ടിയും ഇടതുപക്ഷവും നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിനെയാണ്, ഏത് കക്ഷികളെയാണ് ഇവിടെ പിന്തുടരുന്നത് എന്നുകൂടി പറഞ്ഞാൽ ഒന്ന് കൊള്ളാം. ആര് അധികാരത്തിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ പറയുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണം, വർഗീയ ശക്തികൾ ഇവിടെ അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് ദുർബലമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇടതുപക്ഷം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന് തന്നെ അപമാനമാണ്. എങ്ങനെയാണ് അത്തരത്തിലൊരു സിദ്ധാന്തത്തിലേക്ക് ആ പാർട്ടിക്ക് എത്താൻ സാധിക്കുക എന്നതാണ്. എങ്ങനെയാണ് അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ അവർ ഒന്നുമല്ലാതായത് എന്നതിനെ സംബന്ധിച്ച് അവർ ഒരു പരിശോധന നടത്തട്ടെ. ബംഗാളിലും ത്രിപുരയിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി 34 കൊല്ലം ഭരിച്ച ഒരു സംസ്ഥാനത്തിന് നിന്ന് പേരിന് പോലും ഒരു പാർട്ടി ഇല്ലാതായി മാറിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആ ഒരു പക്ഷത്തെ ഇല്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്തം എങ്ങനെയാണ് ഉണ്ടായത്? ആ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നത് എങ്ങനെ? മറ്റു സംസ്ഥാനങ്ങൾ എത്തിച്ചേർന്നത് എങ്ങനെ? കേരളത്തിൽ ഉൾപ്പെടെ നാമാവശേഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് സ്വയം ഒന്ന് ആലോചിക്കണം. തുടർ ഭരണത്തിന്റെ അഹന്തയിൽ ഈ നാട്ടിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കേരളത്തിലൊക്കെ എന്താണ് നടക്കുന്നത് എന്ന്. CPM-ന്റെയും ഒക്കെ നേതാക്കന്മാർ അവരൊരു ലോക്കൽ കമ്മിറ്റി മെമ്പറായാൽ, ഏരിയ കമ്മിറ്റി മെമ്പറായാൽ, ഏരിയ സെക്രട്ടറി ആയാൽ ഒക്കെ ഉണ്ടാകുന്ന അഹങ്കാരവും ധാർഷ്ട്യവും ആ പാർട്ടി ഏത് തരത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കാണുകയാണ്. പാർട്ടി മാത്രം അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മറ്റൊരാൾ ഉണ്ടാകരുത് എന്ന ധാർഷ്ട്യമാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒഞ്ചത്തൊക്കെ ഞങ്ങൾ ആ പ്രശ്നങ്ങൾ അനുഭവിച്ചത്. ഇവിടെയും നിങ്ങൾ കൊടികുത്താൻ പോലും അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബൂത്തിൽ ഇരുത്താൻ പോലും ില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം അതിപ്പോഴുമുണ്ട്. എന്തേ നിങ്ങൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്നത്?
മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഈ മണ്ണിൽ പ്രവർത്തിക്കണം, അതിനുള്ള അവകാശമുണ്ട്, അതിന് സമ്മതിക്കാൻ കഴിയണം എന്ന ഒരു ചിന്തയിലേക്ക് ഈ പാർട്ടി എത്താൻ കഴിയാത്തത് എന്നത് ഇപ്പോഴും പുനഃപരിശോധിക്കാൻ, ഈ ഘട്ടത്തിൽ പോലും അത്തരത്തിലൊരു ചിന്തയിലേക്ക് ആ പാർട്ടി എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ പാർട്ടി ഈ ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം എവിടെയും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പാർലമെന്റിൽ നമുക്കറിയാം 3 CPM-ന്റെ MP-മാരാണുള്ളത്. അത് ചിഹ്നത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. 3 MP-മാർ, അത് 2 തമിഴ്നാട്ടിൽ നിന്നും 1 കേരളത്തിൽ നിന്നുമുള്ള MP-മാർ. ഇവരെ വെച്ചിട്ടുണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷം ശക്തമായിട്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാൻ ഞങ്ങളാണുള്ളത് എന്ന് പറയുന്ന ഈ ഇടതുപക്ഷം ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ സാധിക്കില്ല. നിങ്ങളെ CPM-കാരെ ഒരു അണികളെ ഒരുപക്ഷെ ഇത് പറഞ്ഞു പറ്റിക്കാൻ സാധിക്കും. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ അന്നം കഴിക്കുന്ന ആളുകളാണ്, അവർ വിവേകവുമുള്ള ആളുകളാണ്. അവർക്കറിയാം ഈ നാട് എന്താണ് ചിന്തിക്കുന്നതെന്നും ഈ നാട് ആരുടെ കൈകളിലായിരിക്കണമെന്നതും. ആരാണ് ഈ നാടിനെ രക്ഷപ്പെടുത്താൻ പോകുന്നത്? നമ്മുടെ നാട്ടിൽ ഇന്ത്യ ഇതേപോലെ നിലനിൽക്കാൻ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി ധാരണയുള്ളവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമ്മുടെ മണ്ണിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും അവർ ആലോചിക്കട്ടെ. നിങ്ങൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദാഹരണങ്ങളാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായത് എന്നത് വിശദീകരിക്കണം. അപ്പുറം TP ജയരാജനെ പോലെയുള്ള CPM-ന്റെ നേതാക്കന്മാർ BJP-യുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റുകളാണ്, ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളാണ്, മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പ്രാവശ്യമല്ല നിരവധി പ്രാവശ്യം പറയേണ്ടി വരുന്നത് നിങ്ങൾ തമ്മിലുള്ള അന്തർധാരയുടെ, നിങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ്. ആ കൂട്ടുകെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ജനാധിപത്യ കക്ഷികൾ ഇവിടെ ഇല്ലാതാകണമെന്ന് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ആ രാഷ്ട്രീയമല്ല വിജയിക്കേണ്ടത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുന്നത് വർഗീയ ഫാസിസത്തെയാണ്. അതിനൊപ്പമാണ് നിങ്ങൾ നടക്കുന്നത്, അതിനൊപ്പമാണ് നിങ്ങൾ ഓടുന്നത് എന്ന് പറയാതെ നിർവാഹമില്ല. അത് അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അവിടെയാണ് ഓരോ കാര്യവും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ആ തരത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കോഴിക്കോടൊന്നും വലിയ പ്രശ്നമുണ്ടാവില്ല എന്ന് നമുക്കറിയാം. 4ാമത്തെ തവണയാണ് നമ്മുടെ രാഘവേട്ടൻ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. കോഴിക്കോടിന്റെ രാഘവേട്ടൻ ഞങ്ങളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള നമ്മുടെ രാഘവേട്ടൻ, ഞങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഓടിയെത്താൻ ഒരാള് എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും കാണുന്നത് അതാണ്. കേരളത്തിന്റെ, കോഴിക്കോടുകാരന്റെ മാത്രമല്ല കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് രാഘവേട്ടൻ കൊണ്ടുവന്ന പോലെയുള്ള വികസന പദ്ധതികൾ, ഒരു നാടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നുള്ളത്, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായാൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടത്, എന്തൊക്കെയാണ് ജനങ്ങളോട് സംസാരിക്കേണ്ടത് എന്നറിയുന്ന വളരെ വ്യക്തമായ രാഷ്ട്രീയ ബോധവും വളരെ വ്യക്തമായ വികസന ബോധവുമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ അബുക്ക സൂചിപ്പിച്ചതുപോലെ 85,000 അല്ല, അത് 1,00,000-ഉമല്ല, അതിലപ്പുറത്തേക്ക് കോഴിക്കോട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവും ഞങ്ങൾക്കാർക്കുമില്ല, ഒരു സംശയവുമില്ല. ഒന്ന്, എതിർ സ്ഥാനാർത്ഥി നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ ആ എതിർ സ്ഥാനാർത്ഥി വരുന്ന സമയത്തും വരുന്ന പോസ്റ്ററുകൾ കണ്ടപ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ ചില ചിരിക്കുന്ന മുഖങ്ങൾ കണ്ടു. എനിക്ക് അത്ഭുതം തോന്നി. ഇദ്ദേഹത്തിന് ഇങ്ങനെ ചിരിക്കാനൊക്കെ പറ്റുമോ എന്ന് ഞാനിങ്ങനെ സ്വയം ആലോചിച്ചു. ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ചിരിച്ച മുഖവുമായിട്ട് നിൽക്കുന്ന. ധാർഷ്ട്യവും ധിക്കാരവും ഇതുപോലെയുള്ള ഒരു നേതാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇവിടുത്തെ നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയെ പോലെ. ഞങ്ങളുടെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരുപക്ഷെ അത് ഉന്നത ഗൂഢാലോചനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, CPM-ന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്തുമായിരുന്ന ഒരു പേരായിരുന്നു നിങ്ങളുടെ ഇവിടെ മത്സരിക്കുന്ന ഈ എതിർ സ്ഥാനാർത്ഥി. ഒരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല. നിരവധി പ്രാവശ്യം ഞാനത് മീഡിയാസിനോടും പലരോടും പറഞ്ഞതാണ്. പക്ഷേ ആ കേസ് അവിടം വരെ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല സമയങ്ങളിലും ഇടപെട്ടത് ഈ കേരളം മറന്നിട്ടില്ല, ഈ നാട് മറന്നിട്ടില്ല, ഇവിടുത്തെ ഓരോ മനുഷ്യ സ്നേഹിയും ആ ഇടപെടൽ മറന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പി മോഹനെ അറസ്റ്റ് ചെയ്ത സമയത്ത്, മറ്റ് പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താൻ അവിടുത്തെ ആളുകളെ മാധ്യമ പ്രവർത്തകരുൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് അവർക്കെതിരെയൊക്കെ നടത്തിയ ആ പ്രവർത്തനങ്ങൾ വടകരയിലൊക്കെ ഇദ്ദേഹം നേരിട്ട് വന്ന് ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ ആ നാട് ഒരിക്കലും മറക്കില്ല. ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ ഒരു കാരണവശാലും മറക്കുന്നതല്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. 2021 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ RMP വിജയിച്ച സമയത്ത് അവിടെ വന്ന് ഈ എതിർ സ്ഥാനാർത്ഥി അവിടെ വന്ന് സംസാരിച്ചിരുന്നു. പാർട്ടിക്കെതിരെ നിന്നതിന്റെ കിട്ടിയ പാരിതോഷികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഏറ്റവും മോശമായി സംസാരിച്ച പ്രസംഗങ്ങളൊന്നും ഇപ്പോഴും അവിടുത്തെ മനുഷ്യർ മറന്നിട്ടില്ല. ഞാനതാണ് പറഞ്ഞത്, ധിക്കാരത്തിന്റെ ഭാഷ, ദാസ്യത്തിന്റെ ഭാഷ, അധികാരഗർവിന്റെ ഭാഷയാണ് ഈ നേതാക്കന്മാർക്കുമൊക്കെയുള്ളത്. ഇവരെങ്ങനെ മനുഷ്യരായിട്ട് മാറുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ വേദനകളെ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒരുപാട് നമുക്ക് വിവരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു പച്ച മനുഷ്യനെ, എതിരഭിപ്രായം പറഞ്ഞ ഒരു മനുഷ്യനെ തെരുവിൽ വെട്ടിക്കൊല്ലാൻ നിങ്ങൾക്ക് സാധിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ്, അത്തരത്തിലൊരു മനുഷ്യത്വം ഇല്ല എന്നതിന്റെ ഭാഗമായിട്ട്. അതിനുശേഷം നടന്ന നിരവധി കൊലപാതകങ്ങളെ സംബന്ധിച്ചു നമുക്കറിയാം. ആ ഒരവസ്ഥ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പാനൂരിൽ വീണ്ടും ബോംബ് നിർമ്മിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ബോംബ് നിർമ്മിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അതിനുശേഷം നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മലക്കം പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് പങ്കില്ല, എല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ പാർട്ടിക്ക് പങ്കില്ല. ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു, ഹൈക്കോടതി ശിക്ഷിച്ചിട്ടും ഇപ്പോഴും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല എന്നുള്ളത്. ഇപ്പോഴും പറയുന്ന ഈ കേസിലും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല എന്ന്. ആ പങ്കില്ല എന്ന് പറയുമ്പോഴും ഡിവൈഎഫ്ഐക്കാരാണെന്ന് പറയുന്നു, പിന്നീട് ഡിവൈഎഫ്ഐക്കാരെ തള്ളി പറയുന്നു, ഡിവൈഎഫ്ഐക്കാർ പാർട്ടിക്കാരുടെ ഭാഗമല്ല എന്ന് പറയുന്നു. എന്റെ CPM-കാരെ, ഈ പ്രസംഗം കേൾക്കുന്ന സാധാരണ CPM-കാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഡിവൈഎഫ്ഐക്കാരോ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കണം. ഒരു പാർട്ടി എത്തിയ അധപ്പതനം എത്രമാത്രമാണ് എന്നുള്ളത്. ഞങ്ങളൊക്കെ പഠിച്ച കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുണ്ട്. ആ സംഘടനകളാണ് പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ വർഗ സംഘടനയെ, തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിക്കാരാണ് വർഗ സംഘടനകൾ എന്നും. ആ വർഗം ഇന്നില്ല. വർഗരാഷ്ട്രീയമൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ച ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറി. പോട്ടെ, ബഹുജന സംഘടനകൾ ആ പാർട്ടിക്ക് ഇല്ല എന്നാണ് ഗോവിന്ദ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ബഹുജന സംഘടന, ഞങ്ങളൊക്കെ ഡിവൈഎഫ്ഐയും SFI ഒക്കെ പാർട്ടിയുടെ ബഹുജന സംഘടനകളാണ് എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ മാഷ് പറയുന്നുണ്ട് അതൊന്നും ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഡിവൈഎഫ്ഐക്കാരാ, നിങ്ങൾ ഈ ചോര കൊടുത്ത് ജീവൻ കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ തള്ളിപ്പറയുമെന്നതിന്റെ ഉദാഹരണമാണ്. കാരണം അവിടുത്തെ ഡിവൈഎഫ്ഐക്കാരെയൊക്കെ ഏർപ്പാടാക്കി ഈ ബോംബ് നിർമ്മിക്കാനുള്ള സാമഗ്രികളൊക്കെ എത്തിച്ചു നൽകിയത് പാർട്ടിയല്ലേ? കണ്ണൂരിലെ പാർട്ടി നേതൃത്വമല്ലേ? പല സ്ഥലങ്ങളിലുള്ള ആളുകളെ ഒന്നിച്ചൊരു സ്ഥലത്തിരുത്തി കോർഡിനേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തത് ആരാണ് എന്നതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി നീങ്ങിയത് എന്നുള്ളത് ഇവർ ഇപ്പോഴും ഈ ആക്രമണങ്ങളും ഈ കൊലപാതകങ്ങളും ഈ ചോരക്കളിയുടെ രാഷ്ട്രീയവും ഉപേക്ഷിച്ചിട്ടില്ല എന്നതിന്റെയും കൂടി തെളിവാണ്. വയനാട്ടിലെ വെറ്റിനറി കോളേജ് സിദ്ധാർത്ഥിന്റെ സംഭവം നേരത്തെ പറഞ്ഞു. നമ്മുടെ കോളേജുകളിൽ ഇടിമുറികളായി മാറിക്കൊണ്ടിരിക്കുന്നു. കോളേജിലെ കുട്ടികൾ ക്രിമിനലുകളായി കൊണ്ടിരിക്കുന്നു. അവരെ ആ തരത്തിലേക്ക് മാറിയത് നമ്മൾ ഈ കുട്ടികളെയൊന്നും വലിയ കാര്യത്തിൽ കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും പ്രയോജനമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കുട്ടികളെ അങ്ങനെയാക്കിയതിന്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിനാണ്. പാർട്ടി നേതൃത്വം എന്താണോ ചെയ്യുന്നത് അത് കണ്ട് പഠിക്കുന്നവരാണ് ഈ കുട്ടികൾ. അത് കണ്ടാണ് കുട്ടികൾ വളരുക, അത് കണ്ടാണ് കുട്ടികൾ പഠിക്കുക. അത് കണ്ട് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലും ഇതുപോലെയുള്ള ചില ക്രിമിനൽ വാസനകൾ ഉണ്ടാവുകയാണ്. ഈ ബോംബ് നിർമ്മാണവും ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ കണ്ടു വളരുന്ന കുട്ടികൾ മറിച്ചൊന്ന് ചിന്തിക്കുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ കോളേജിൽ നമുക്ക് പിണറായി വിജയന്റെ ഒരു
ഓൾ കേരള ടൂർ മന്ത്രിമാരെയും കൂടി കൂട്ടിയിട്ടൊരു യാത്ര നടത്തിയിരുന്നു, നമ്മളാരും മറന്നിട്ടില്ല അല്ലെ? നവകേരള സദസ്. അതിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലൊക്കെ നടത്തിയ കോലാഹലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച്. എന്തായിരുന്നു? മുഖ്യമന്ത്രി വരുന്നു, ജനങ്ങളെ നേരിട്ട് കാണുന്നു, ജനങ്ങൾക്ക് പരാതി കൊടുക്കാം, അവർക്ക് മന്ത്രിമാർക്ക് പരാതി കൊടുക്കാം, മന്ത്രിമാരെല്ലാം ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് എന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞത്. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു 200 മീറ്ററിൽ അപ്പുറത്ത് അല്ലാതെ നേരിട്ട് കാണാൻ ഏതെങ്കിലും ഒരു സാഹചര്യം ഈ നാട്ടിൽ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാൾക്ക് സാധിച്ചോ? നേരിട്ട് വരുന്നു മന്ത്രിമാർ, നേരിട്ട് വരുന്നു മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക്, നിങ്ങൾക്ക് പരാതി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ആർക്കെങ്കിലും നേരിട്ടൊരു പരാതി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെ തുറന്ന കൗണ്ടറുകളിൽ പരാതികൾ ഏൽപ്പിച്ചു. അതുപോലെ പരാതികൾ കുറെ അദാലത്തുകൾ, തീരദേശ അദാലത്ത്, മലയോര അദാലത്ത്, കുറെ അദാലത്തുകൾ നടന്നിരുന്നു. കരുതലും കൈത്താങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അദാലത്തുകൾ ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിൽ നടന്നിരുന്നു, ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്നിരുന്നു, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു, MLA-മാരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അവിടെയൊന്നും കൊടുത്ത ഒരു പരാതിക്കും പരിഹാരമായിട്ടില്ല. ആ പരാതികൾ തന്നെയാണ് വീണ്ടും ഈ ഒരു പരാതി സ്ഥലത്തും എത്തിച്ചേർന്നത്. അവിടെ പരാതി പരിഹരിക്കാൻ ഒരു പരാതിയും ഇവിടെ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. വെറുതെ ചില കുറെ പൈസ ചെലവഴിക്കാൻ വേണ്ടി, ധൂർത്ത് നടത്താൻ വേണ്ടി, മന്ത്രിമാർക്ക് ആഘോഷിക്കാൻ വേണ്ടി ഒരു പരിപാടി നടത്തി. അവിടെ അതിനെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെയൊക്കെ എങ്ങനെയാണ് ഈ കോൺഗ്രസുകാർ, ഈ CPM-കാർ നേരിട്ടത് എന്നുള്ളത് നമുക്കറിയാം. അവിടെയായിരുന്നു, ഓർമ്മയില്ലേ? പൂച്ചട്ടിയെടുത്ത് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് DYFI എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രിയും ഈ നേതാക്കന്മാരെയും കണ്ടുപിടിക്കുന്ന കോളേജിലുള്ള കുട്ടികൾ അവരുടെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം വരുമോ എന്നുള്ളത് ചിന്തിക്കണം. ആ ക്രിമിനലിസമാണ് ഇപ്പോഴും ക്യാമ്പസുകളിൽ നടക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് സ്വസ്ഥമായി പഠിക്കാൻ പറഞ്ഞയക്കാൻ പറ്റുന്ന ഇരിടമായിട്ട് ഇന്നത്തെ ക്യാമ്പസുകൾ മാറുന്നുണ്ടോ? ആലോചിക്കണം. എങ്ങനെ ഈ തരത്തിലേക്കായി മാറി? ക്യാമ്പസുകളിലെ SFI-ക്കാർ മുഴുവൻ ക്രിമിനലുകളാകുന്ന മാര്യം, ക്രിമിനലുകൾ SFI-ക്കാരായി മാറുന്നു എന്നതുകൂടി നമുക്ക് മാറ്റി പറയേണ്ടിയിരിക്കുന്ന ഒരു ചരിത്രമാണ് ഇന്ന് പലയിടത്തും ഉണ്ടാകുന്നത്. ഇടിമുറികൾ ഇപ്പോഴും ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ദുരനുഭവം ഈ നാട്ടിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിന് മാറ്റം വരണ്ടേ പ്രിയപ്പെട്ടവരെ? എങ്ങനെയാണ് ഇത്തരം സ്ഥലങ്ങൾ ഇനിയും ഇതുപോലെയായി മാറുന്നത്? നമ്മുടെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെയായി മാറുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് കേരളം വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കേരളത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇവിടുത്തെ ഓരോ വിഷയത്തിലും മണ്ണെണ്ണയുടെയും ഓരോ കാര്യത്തിന്റെയും, ഇന്നിപ്പോ ഓണം, വിഷു നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ കഴിഞ്ഞു, വിഷു. എന്താണ് സാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുന്നത് അല്ലെ? സാധാരണക്കാരനെ ഒരു പീടികയിൽ പോയി ഒരു സാധനം വാങ്ങാൻ ഒരു 100 രൂപയെങ്കിലും കയ്യിലുള്ള ഒരു മനുഷ്യന് ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം, അവൻ തന്റെ വീട്ടിലേക്കുള്ള ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഒരു സാധനം വാങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്നുണ്ടോ? എല്ലാ സാധനങ്ങൾക്കും വില വർധനമാണ്. സപ്ലൈകോവിൽ ഇല്ല എന്നുള്ള ബോർഡല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതിനെ ചോദ്യം ചെയ്ത, അത് വെളിച്ചത്ത് കൊണ്ടുവന്ന, അത് പറഞ്ഞ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ അനുഭവമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇലക്ട്രിസിറ്റി ചാർജ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു, വെള്ളത്തിന്റെ കരം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു, എല്ലാ ഫീസുകളും കുത്തനെ വർദ്ധിപ്പിച്ചു. ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റിൽ നമ്മൾ കണ്ടു, സാധാരണ ഈ സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സ്ഥലമാണ് കുടുംബ കോടതി. കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ കുടുംബ കോടതികളെ ആശ്രയിച്ച് അവർക്ക് കുറെ മാറ്റങ്ങൾ, കുറെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറയാം. കുടുംബ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഫീസ് കുത്തനെ കൂട്ടിയ ഒരു സർക്കാരാണ് ഈ നാട്ടിലെ സാധാരണ സ്ത്രീകളുടെ രക്ഷയ്ക്കാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാരാണ് ഈ നാട്ടിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ ജനങ്ങളുടെ കൂടിയാണ്, നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്, ജനങ്ങളോടൊപ്പമാണ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഹർഷിന എന്ന് പറയുന്ന ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ നടത്തിയ ഒരു സമരം നമ്മൾ ആരും മറന്നിട്ടില്ല. 2017 ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ അവരുടെ വയറ്റിൽ ഒരു കത്ര കൂടി തുന്നിച്ചേർത്തുകൊണ്ട് ആ സ്ത്രീയെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവർക്ക് വാഗ്ദാനം ചെയ്ത തുക അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ ആണ് അത് നടന്നത്. അതിനൊരു പരിഹാരവും ഉണ്ടായില്ല. അതിനുശേഷം ഇന്നത്തെ ആരോഗ്യമന്ത്രി വന്നിട്ടും അവർ മാസങ്ങളോളം, 4 മാസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ തന്റെ നീതിക്ക് വേണ്ടി സമരം ചെയ്ത ഒരു സ്ത്രീ ഈ നാട് മറന്നിട്ടില്ല. ആ സ്ത്രീക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സാധിച്ചോ ഈ ഗവൺമെന്റിന്?
ആ സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ഉണ്ടാക്കി കൊടുക്കാൻ, അവർ അനുഭവിച്ച വേദന, അവർ അനുഭവിച്ച മാനസികവും ശാരീരികവുമായിട്ടുള്ള വേദന, ഇന്നും അവർ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ശസ്ത്രക്രിയ കൂടി വേണം ആ സ്ത്രീക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് ജീവിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നീതി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവരാണ് കേരളത്തെ രക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലെ സ്ഥിതിയാണിത്. മെഡിക്കൽ കോളേജിൽ തന്നെയാണ് മറ്റൊരു സംഭവം. ഒരു സ്ത്രീയെ ഐസിയുവിൽ സർജറി കഴിഞ്ഞ് ഐസിയുവിൽ പ്രവേശിപ്പിച്ച ഒരു സ്ത്രീക്ക് നേരെ നടന്ന ബലാത്സംഗം, അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്, അത് കണ്ട് ആ ഇരയുടെ കൂടെ നിന്ന അവിടുത്തെ ഒരു സിസ്റ്ററെ മാസങ്ങളോളം പുറത്തു നിർത്തിയ ഒരു ഭരണമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്ത്രീ സുരക്ഷയാണ് എന്നാണ് പറയുന്നത്. ഏത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കേരളത്തിൽ നിങ്ങൾ ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. സ്ത്രീ സുരക്ഷയ്ക്കാണ് എന്ന് പറയുമ്പോൾ ആ അനിത എന്ന് പറയുന്ന ആ സിസ്റ്ററെ അവർ ചെയ്ത ഒരേ ഒരു തെറ്റ്, തന്റെ ആ ഇരയുടെ കൂടെ നിന്നു. ആ ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഞാൻ നീതിയുടെ ഒപ്പമാണ്, അത് നീതി വാങ്ങിക്കൊടുക്കണം എന്നതാണ് എന്റെ ആഗ്രഹം. ആ പ്രശ്നം മറ്റൊരാൾക്ക് ഉണ്ടാകരുത്. ഇനി നാളെ ഒരാൾക്ക് അവിടെ ആശുപത്രിയിൽ വരുന്ന ഒരാൾക്ക് ഇനി അനുഭവം ഉണ്ടാകരുത് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിന്റെ പേരിൽ അവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി. അവർ അനുഭവിച്ച ഒരു പ്രയാസമുണ്ട്. അവർ ഇടുക്കിയിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം വീട്ടിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവർ കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് വാങ്ങി വന്നു. അനുകൂല ഉത്തരവ് വാങ്ങി വന്നിട്ട് പോലും ഈ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് അവിടെ നിയമനം കൊടുത്തിട്ടില്ല. പിന്നീട് വലിയ സമരങ്ങൾ അവിടെ നടന്ന സമയത്ത് തൽക്കാലം തടി രക്ഷപ്പെടാൻ വേണ്ടി സർക്കാർ അവരെ നിയമിക്കുന്നു എന്ന് ഉത്തരവ് നൽകിയും ഇപ്പോൾ അവരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് താൽക്കാലികം മാത്രമാണ് എന്ന് ഞങ്ങൾക്കറിയാം. തൊട്ടടുത്ത ദിവസം അവരെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അവർക്കെതിരെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പീൽ പോയിട്ടുണ്ട് സർക്കാർ, ഇവരെല്ലാത്ത ആളുകളെ നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം അനീതിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ നാട് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുക? ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അനീതിയെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പകവീട്ടുന്നതിന് സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ നാട്ടിലുള്ളത് എന്നുള്ളത്. തൊഴിലില്ലായ്മയ്ക്ക് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ ഇവിടുത്തെ യുവാക്കളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു സമരം അവസാനിച്ചു കഴിഞ്ഞു. 50 ദിവസത്തോളം CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗസ്ഥാർത്ഥികൾ സഹന സമരം നടത്തിയത് ഈ നാട് കണ്ണുനീരോടുകൂടിയാണ് കണ്ടത്. ഇന്നലെ ആ ചെറുപ്പക്കാർ കണ്ണീരഴിഞ്ഞുകൊണ്ട് ആ പൊരി ഇന്നലെ നടന്ന വലിയ മഴ നടന്നു. ആ മഴയത്ത് നനഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ണീരോടുകൂടി ആ ചെറുപ്പക്കാർ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം തകർന്നു പോയതാണ്. എത്ര കഷ്ടപ്പെട്ടാണ് പഠിച്ച് ഒരു ജോലി നേടാൻ വേണ്ടി ഒരു റാങ്ക് ലിസ്റ്റിൽ കയറിയിരുന്നത് എന്ന് നമുക്കറിയാമോ? എത്ര ബുദ്ധിമുട്ട്, എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് രാവും പകലും വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വരിക. ഇവർ പറയും ജോലിക്ക് അപേക്ഷ ക്ഷണിക്കും, എന്നിട്ട് പരീക്ഷ എഴുതിക്കും, ടെസ്റ്റ് എഴുതിക്കും, റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും, റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് ആളുകളെയൊക്കെ നിയമിക്കുമെന്ന് പറയും. പക്ഷേ ഒരു റാങ്ക് ലിസ്റ്റും നിയമിക്കില്ല എന്ന് മാത്രമല്ല, ഒരു റിപ്പോർട്ടുകൾ ഒരു ഒഴിവുള്ള സ്ഥാപനങ്ങളുടെയും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു സ്ഥാപനത്തിലും റിപ്പോർട്ടില്ല. എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല? മേലുദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നില്ല. ആ സ്ഥാപനത്തിൽ എത്ര ഒഴിവുണ്ട്, ആ ഒഴിവ് റിപ്പോർട്ട് ചെയ്യണമെന്നത്. ഒഴിവ് റിപ്പോർട്ട് ചെയ്താലല്ലേ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളുകളെ നിയമിക്കാൻ സാധിക്കൂ. എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട. കാരണം ഇവിടെ ഖജനാവ് കാലിയാണ്. ഇവർക്ക് പൈസ കൊടുക്കാൻ ശമ്പളമില്ല. ഖജനാവിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണ് കേരളത്തിലെ ഖജനാവ്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗാർത്ഥികളെ ഒന്നും നിയമിക്കേണ്ട ഇതില്ല എന്ന് സർക്കാർ അങ്ങ് തീരുമാനിച്ചു. നിങ്ങളാണോ ഇവിടുത്തെ യുവാക്കളുടെ രക്ഷയ്ക്ക്, ഈ നാട് നന്നാക്കാൻ വേണ്ടി, ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഒരു സർക്കാർ എന്ന് നിങ്ങളാണോ പറയുന്നത്? നിങ്ങൾക്ക് ആരോടാണ് പ്രതിബദ്ധതയുള്ളത്? നിങ്ങൾക്ക് പ്രതിബദ്ധതയുള്ളത് സ്വന്തം കുടുംബത്തിലെ ആളുകളോട്, സ്വന്തം മന്ത്രിസഭയിലെ ആളുകളോട്. സ്വന്തം കുടുംബത്തിനെ കാശുണ്ടാക്കാനും അഴിമതി നടത്തി വലിയ ആളുവാകാനുമുള്ള സൗകര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ കേട്ടില്ലേ മാസപ്പടി? ഇപ്പോൾ ഇഡിയും അന്വേഷണവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം. ഒരു കമ്പനി കരിമണൽ കർത്ത 1.25 കോടി രൂപ ഒരു സേവനവും ചെയ്യാതെ ഒരു മകൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ്സിൽ ഒരു മുതലാളി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഒരു സേവനം ചെയ്താലേ ഇവിടുത്തെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പണം ഇട്ടു തരുമോ?
നിങ്ങൾ ആരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങൂ. ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങൾ ഒരു സേവനം ഒരു കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കുന്നു. ആ കമ്പനിക്ക് നിങ്ങൾ മറ്റ് സേവനങ്ങളൊന്നും ചെയ്തുന്നില്ല, പക്ഷെ എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കമ്പനിയുടെയും നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും എത്തുന്നു. അങ്ങനെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അതാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായി രേഖകൾ പറയുകയാണ്. എന്താ സേവനം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. നിങ്ങൾ ചെയ്ത സേവനം പറയൂ. നിങ്ങൾ വാങ്ങിയ പൈസക്ക് എന്ത് ജോലിയാണ് ചെയ്തു കൊടുത്തത്, എന്ത് കാര്യമാണ് ചെയ്തു കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാവുകയില്ലല്ലോ, മറ്റാരും ഇതിനെ ചോദ്യം ചെയ്യുകയില്ലയോ. പക്ഷേ ചെയ്ത സേവനം പറയാൻ സാധിക്കില്ല. കാരണം അത് നേടിയത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഔദാര്യത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത വഴിവിട്ട സേവനത്തിന് കിട്ടിയ പ്രത്യുപകാരം മകൾക്കാണ് കിട്ടിയത്. അതാണ് വീണ വിജയന് കിട്ടിയ ഈ മാസപ്പടി എന്ന് പറയുന്നത്. കേരളത്തിലെ കരിമണൽ കർത്ത എന്ന് പറയുന്നത് നിങ്ങൾ അറിയണം. കരിമണൽ എന്ന് പറയുന്നത് ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയൊക്കെ നടക്കുന്ന ഖനനം. ആ ഖനനം ആയിരക്കണക്കിന് ടൺ കണക്കിന് മണൽ ഓരോ ദിവസവും ഖനനം ചെയ്ത് കൊണ്ടുപോവുകയാണ്. നമ്മുടെയൊക്കെ കടപ്പുറത്ത് മണൽ എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളറിലുള്ളതാണ്, പക്ഷെ അവിടെ കറുപ്പ് കളറിലുള്ള മണലാണ്. അതാണ് കരിമണൽ. ആ കരിമണൽ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ സ്വർണത്തിനെക്കാട്ടും വലിയ വിലയുള്ള കരിമണലാണത്. അത്രമാത്രം ധാതു ലവണങ്ങളടങ്ങിയ ഒരു മണലാണത്. അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അത് കടത്തിക്കൊണ്ട് പോകുന്നതിന് ഈ കർത്തയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് വഴിവിട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് ഓരോ വർഷവും കടത്തിക്കൊണ്ടുപോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കിട്ടിയ അതിന് ചെയ്തു കൊടുത്ത ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിനുള്ള പ്രത്യുപകാരമാണ് മകൾക്ക് കിട്ടിയ ഈ മാസപ്പടി സേവനം. അതിനൊരു കുറവും നമ്മുടെ നാട്ടിലില്ല. ഇവിടുത്തെ സാധാരണക്കാരന് പെൻഷൻ കൊടുക്കാൻ പണമില്ല. ഇവിടുത്തെ സാധാരണക്കാരന് അരി വാങ്ങാൻ സപ്ലൈകോവിൽ ഉൾപ്പെടെ സാധനങ്ങൾ വാങ്ങാൻ പൈസ ഇല്ലാതായിരിക്കുന്നു. സാധാരണക്കാരൻ ദരിദ്രനായ ആളുകൾ ഒന്നുമില്ലാത്ത രൂപത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതിനൊന്നും ഒരു പ്രവർത്തനവുമില്ല. പക്ഷേ ഈ തരത്തിൽ അഴിമതി നടത്തിക്കൊണ്ട് കീശ വീർപ്പിക്കുന്നതിന് ഒരു തടസ്സവും ഈ നാട്ടിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ മറ്റൊരു തർക്കവുമില്ല. ഇതാണ് നാട്ടിൽ നടക്കുന്ന. ഇതിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടികളെയാണ് ഈ മണ്ണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. കേന്ദ്രത്തിന്റെ നയങ്ങളോടൊപ്പം കേരളത്തിലെ ഭരണാധികാരികൾ അനുവർത്തിച്ചു വരുന്ന ഈ ജനവിരുദ്ധത കൂടി ചോദ്യം ചെയ്യുകയും അതിനെതിരെ ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനും കൂടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. നമ്മൾ താഴേക്കടയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയാതെ തന്നെ ആളുകൾ പറയുകയാണ്. CPM-ന്റെ ഒക്കെ ആളുകൾ, പ്രധാനപ്പെട്ട പ്രവർത്തകർ തന്നെ പറയുകയാണ്, ഞങ്ങൾക്ക് മടുത്തു എന്ന് പറയുന്ന കാഴ്ച എല്ലാ സ്ഥലത്തും ഉണ്ടാവുകയാണ്. അത്രമാത്രം ദുരിതത്തിലാണ് ഈ കേരളത്തിലെ ജനത. ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര ദുരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ദരിദ്രൻ അധിവസിക്കുന്ന ഒരു മണ്ണാണ് ഈ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ വികാരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരളത്തിലെ ഗവൺമെന്റിന്റെയും ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുമുള്ള വലിയ വികാരം കേരളത്തിലുടനീളം നിൽക്കുന്നു എന്നുള്ളത് അതിശക്തമാണ്. അത് തീർച്ചയായിട്ടും വോട്ടായിട്ട് തന്നെ മാറും. ഈ തെരഞ്ഞെടുപ്പ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഗവൺമെന്റുകൾ, രണ്ട് ഗവൺമെന്റുകളും നടത്തുന്ന ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഈ ഫാസിസ്റ്റ് അനുകൂല സമീപനങ്ങൾ ഒരുപോലെ സ്വീകരിക്കുന്ന ഈ രണ്ട് ഗവൺമെന്റുകൾക്കുമെതിരെയുള്ള ഒരു ഇരട്ട പ്രഹരമായിട്ട് നമ്മുടെ ഈ വോട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഒരു പുതിയ ഇന്ത്യ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണഘടന നിലനിർത്താൻ, നമ്മുടെ ജനാധിപത്യം നിലനിർത്താൻ, നമ്മുടെ മതേതരത്വം നിലനിർത്താൻ, എല്ലാ മനുഷ്യർക്കും ഈ മണ്ണിൽ ഒരുപോലെ അധിവസിക്കാൻ നെഹ്റുവും ഗാന്ധിജിയും അബ്ദുൽ കലാം ആസാദും ഉൾപ്പെടെയുള്ള ആളുകൾ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ, അവർ പടുത്തുയർത്തിയ ഒരു ഇന്ത്യ, ആയിരക്കണക്കിന് മനുഷ്യർ രക്തം ചൊരിഞ്ഞ് നിർമ്മിച്ച ഒരു ഇന്ത്യ, ആ ഇന്ത്യ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും പ്രധാനപ്പെട്ടതാണ്. ഒരു ദിവസം പോലും നമുക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരിക്കണം ഇനിയുള്ളത്. ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരികയും കോൺഗ്രസിന് കിട്ടുന്ന ഓരോ സീറ്റും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും അതുകൊണ്ട് UDF-ന് ഈ കേരളത്തിൽ 20 സീറ്റും നിലനിർത്തുകയും 20 സീറ്റും ജയിക്കുക എന്നതിൽ ഈ നാടിന്റെ ആവശ്യമാണ്, ഇന്ത്യയുടെ ആവശ്യമാണ്, കേരളത്തിലെ ഓരോ ചിന്തിക്കുന്ന മനുഷ്യരുടെയും ആവശ്യമാണ്. ആ ആവശ്യത്തിലേക്കാണ് ഈ നാട് ഉണർന്നു പ്രവർത്തിക്കുന്നത്. നമ്മൾ പറയാതെ തന്നെ ആളുകൾ പറഞ്ഞു തുടങ്ങുന്ന
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഇറങ്ങണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി എത്താറായി എന്നാണ് വിചാരിക്കുന്നത്. നിരവധി നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല, ജനാധിപത്യ വിരുദ്ധതയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് നമുക്ക് പ്രഖ്യാപിക്കണം. എല്ലാവർക്കും ഈ മണ്ണിൽ നിന്ന് സംസാരിക്കണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങൾ അവര് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും, അതിനോട് വിയോജിപ്പ് പറയുന്ന മനുഷ്യർക്കും ഇവിടെ ജീവിക്കണം. എല്ലാവർക്കും അഭിപ്രായം പറയണം. അവരെ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരെ കൊന്നു തള്ളുന്ന രാഷ്ട്രീയത്തെ ഈ മണ്ണിൽ കുഴിച്ചു മൂടണം എന്ന പ്രഖ്യാപനം കൂടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് മാറ്റാൻ സാധിക്കണം. അങ്ങനെ ഒരു ഫാസിസവും, വർഗീയ ഫാസിസമായാലും രാഷ്ട്രീയ ഫാസിസമായാലും, രണ്ടും ഒരുപോലെ എതിർക്കേണ്ടതാണ്. രണ്ടും മനുഷ്യരെ അപകടത്തിലാക്കുന്നതാണ്. ആ രണ്ട് ഫാസിസത്തിനെതിരെയും കണ്ണും കൈയും നഖവും ഉപയോഗിച്ചുകൊണ്ട് എതിർത്ത് നമുക്ക് മുന്നോട്ട് പോകണം. അതിനെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി നമ്മുടെ നാട് ഒരുമിച്ച് നിൽക്കണം. അതിലെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും, മതേതര വിശ്വാസികളുണ്ടാകും, അതിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസം മനസ്സിൽ കൊണ്ട് നടക്കുന്ന നല്ലവരായ ആളുകൾ തീർച്ചയായിട്ടും ഇത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. എല്ലാ മനുഷ്യർക്കും ഇവിടെ ജീവിക്കണമെന്ന് അവരുകൂടി സ്വപ്നം കാണുന്നൊരു മണ്ണാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് സംസാരിക്കുള്ളൂ. ഇന്ത്യയിൽ ഇന്ന് ഇരുന്ന ശത്രു ആരാണെന്നും ആ ശത്രുവിനെ നിലംപതിക്കാൻ ആരുടെ കൂടെ നിൽക്കണമെന്നുള്ള വ്യക്തമായ രാഷ്ട്രീയ ബോധ്യത്തിലാണ് ഇന്ന് UDF-ന്റെയും കോൺഗ്രസിന്റെയും കൂടെ നിന്ന് തോളോട് തോൾ ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ രാഷ്ട്രീയ പ്രസക്തിയാണ്. CPM-നെ പോലെ ഇത്തരത്തിൽ BJP-ക്കാർ വിചാരിക്കുന്നത് കോൺഗ്രസ് ഇല്ലാതാക്കണം എന്നതല്ല ആഗ്രഹിക്കുന്നത്. ആ രാഷ്ട്രീയമല്ല നമ്മുടെ മണ്ണിൽ ഉണ്ടാകേണ്ടത്. ഈ മണ്ണ്, ഈ രാജ്യത്ത് നിലനിൽക്കാൻ, നമ്മുടെ ഇന്ത്യ ഇതുപോലെ നിലനിർത്താൻ അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാടിന്റെ കൂടെ നിൽക്കണം. ആ നിലപാടിന്റെ കൂടെയാണ് ഇവിടുത്തെ നല്ലവരായ എല്ലാ മനുഷ്യരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നല്ല മനസ്സിനുടമകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി രാഘവേട്ടന് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ നാടിന്റെ വികസനത്തിന് ഇതുപോലെ ഒരാളെ നമുക്ക് കിട്ടാനില്ല. നിസ്വാർത്ഥമായ സേവനം, ഒരു ജനപ്രതിനിധി, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് ഈ നാടിന് കാണിച്ചു തരികയാണ് രാഘവട്ടൻ ചെയ്തത്. ആ രാഘവട്ടന്റെ കൂടെയാണ് കോഴിക്കോട് ജനത മുഴുവനുള്ളത്. മറ്റൊരു ധാർഷ്ട്യമുള്ള ഒരു നേതാവിനെയല്ല നമുക്ക് വേണ്ടത്. മനുഷ്യനെ മനസ്സിലാക്കാത്ത, ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന, ആക്രമണകാരികളുടെ കൂടെ നിൽക്കുന്ന, കൊലപാതകങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന, കൊലപാതകങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല ഇവിടെ ആവശ്യം. അത് ഈ നാട് തിരിച്ചറിയും. അതിനനുസരിച്ച് വോട്ട് വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പൊതുപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരും. അതിന് മുന്നോടിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ MA റസാഖ് മാസ്റ്ററെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ സാഹിബ്, അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം IP രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം റംസീന നെരിക്കുനി എന്നിവരെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ MA റസാഖ് മാസ്റ്ററെ ക്ഷണിച്ചുകൊണ്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പൂളക്കപ്പറമ്പിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് ഇവിടെ എത്താനുള്ള സമയം നിങ്ങൾക്കറിയാലോ. അപ്പൊ എല്ലാവരും സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. രമാടത്തിയുടെ ഹൃദയസ്പർക്കായ പ്രസംഗം ഒരു വിധവയുടെ പ്രസംഗം കൂടിയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിലെ നാഥൻ നഷ്ടപ്പെട്ടിട്ട് 10 കൊല്ലം പിന്നിട്ടുന്ന ഈ സന്ദർഭത്തിൽ അവിടെ പ്രസംഗത്തിന്റെ അവസാന വരികൾ കൊലക്കത്ത രാഷ്ട്രീയത്തിന് ഒരു മറുപടിയായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഈ നാട് ഉൾക്കൊള്ളുന്നത്. അതിലേക്ക്, ആ കൊലപാതകത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അവരിരുത്തി പറയുമ്പോൾ ഓർമ്മിക്കാതിരിക്കാൻ വേണ്ടിയാണ് മനഃപൂർവ്വം ഞാനത് മാറ്റിവെക്കുന്നത്.
അന്ന് ഞങ്ങളൊക്കെ അബുക്കാവ് ഉൾപ്പെടെ ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ പോയതാണ്. ഞങ്ങളെ മൃതദേഹം കണ്ടത്. ഒരു മനുഷ്യനെ ഇത്രമാത്രം ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുമോ എന്ന് ചിന്തിച്ചു പോയ ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു. ഇന്ന് കോടതി കൂടി അത് കൃത്യമായി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ പങ്കുവഹിച്ചവർ ആരാണ്, എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അത് വിധി പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് കൂത്തുപറമ്പിലും ഉണ്ടായിട്ടുള്ളത്. ഒമന DT നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഞാനും കോഴിക്കോട് നിന്നാണ് വരുന്നത്. കൂത്തുപറമ്പിലെ സ്ഫോടനമുണ്ടാകുന്ന ഷാഫി പറമ്പിൽ പര്യടനത്തിന് പോകുന്നതിന്റെ തലേ ദിവസമാണ്. പിറ്റേന്ന് ഷാഫി പറമ്പിലിന്റെ പര്യടനമാണ്. ഈ ബോംബ് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്? ആരെ കൊല്ലാനാണ് ഈ ബോംബ് ഉണ്ടാക്കിയത്? ആ ബോംബിനോടൊപ്പം 12ഓളം സ്റ്റീൽ ബോംബുകൾ പാനൂരിൽ കണ്ടെത്തുകയും ചെയ്തു. അതിലൊരാളും മരണപ്പെടുകയും അവിടെ കുറെ ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. പോലീസിന്റെ കുറ്റപത്രത്തിനകത്ത് അവിടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എന്ന് പറയും. പക്ഷേ പോലീസ് അവിടെയും ഒത്തുകളിച്ചു. UAPA ചുമത്തി NIAക്ക് ഇവിടെ കേസിന് കേവലം ഇവിടെ തന്നെ ഈ കേസിൽ നടത്തി പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് റിമാൻഡ് റിപ്പോർട്ടിനകത്ത്. റെസ്പോൺസീവിൽ മരണം സംഭവിച്ചാൽ സ്വാഭാവികമായും അതിന് ഭീകരപ്രവർത്തനം ഉണ്ടോ എന്ന് നോക്കേണ്ടത് ദേശീയ അന്വേഷണ ഏജൻസിയാണ്. ആ ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കണമെങ്കിൽ UAPA ചുമത്തണം. ആ UAPA ചുമത്താതെയാണ് പോലീസ് ഈ കേസ് കൈകാര്യം. പ്രതികളെ സംരക്ഷിക്കാൻ ഉന്നതങ്ങളിലുള്ള ഇടപെടലുണ്ടാവും. ബോംബ് അവിടെ മാത്രമല്ല പലയിടങ്ങളിലും ഉണ്ട് എന്ന് പറയപ്പെടും. പരാജയം മുന്നിൽ കണ്ടുള്ള CPM ഇതുപോലെ പല സന്ദർഭങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ CPM ഇന്ന് നടത്തുന്ന രാഷ്ട്രീയം, ഇന്ന് അവർ സ്വീകരിച്ച നിലപാട്, ആ നിലപാടിൽ നമുക്ക് സംശയമുണ്ട്. CPM ആരുടെ കൂടെയാണ്? ഇന്ത്യ മുന്നണിയോടൊപ്പമാണോ BJPയോടൊപ്പമാണോ? അതാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യ മുന്നണിയോടൊപ്പമാണെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അവർ എതിർക്കുന്നത്? ഇന്ത്യ മുന്നണിയോടൊപ്പമാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിങ്ങൾ അംഗത്വം സ്വീകരിക്കാതെ മാറി നിൽക്കുന്നത്? 28 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിന്നപ്പോ അതിൽ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയ സന്ദർഭത്തിൽ CPMന്റെ പ്രതിനിധിയെ തരണം എന്ന് പലതവണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് അംഗത്തെ കൊടുക്കാതിരുന്നത്? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ അംഗത്വം സ്വീകരിച്ചാൽ, ആ മുന്നണിയോടൊപ്പം നിന്നാൽ, ആ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ബാധ്യതയുള്ള ഈ സന്ദർഭത്തിൽ മാറി നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരോ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഭയപ്പെടുത്തുകയല്ലേ ആരോ ആയിട്ട് നിങ്ങൾ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു, നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ ധാരണയുണ്ട്. കേന്ദ്ര ഗവൺമെന്റും കേരള സർക്കാരും തമ്മിൽ ധാരണയുണ്ട്. അതുകൊണ്ടാണ് ലൈഫ് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം വഴിമുട്ടിയത്. അതുകൊണ്ടാണ് സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഡോളർ കടത്തും അന്വേഷിക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം പോകാതെ അത് നിർത്തിയിരിക്കുന്നത്. കെജ്രിവാൾ എന്ന് പറയുന്ന ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ 2 മണിക്കൂർ സമയം കൊണ്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കി ജയിലിലേക്ക് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എവിടെ പോയി? കമ്മീഷൻ വാങ്ങി സ്വന്തം മകൾ എന്ന് പറയുന്നു. ആ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ചുരുളയുമ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ പങ്കുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ കമ്മീഷൻ ഇടപാടുകൾ സംബന്ധിച്ച് ഒരന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചു. അന്വേഷണം എവിടെയും എത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. കൊടകരയിലെ കുഴൽപ്പട കേസ് അത് നിങ്ങൾ തേച്ചു മാച്ചിരിക്കുന്നു. ബത്തേരിയിലെയും മഞ്ചേശ്വരത്തെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നിങ്ങളും നിർത്തിവെച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെ ഭായി കളിക്കുക, ചേട്ടൻ ഭാവിയും മനിയും ഭാവിയും കളിക്കുകയാണ്. CPM ഇന്ത്യ രാജ്യത്ത് BJPയുടെ B ടീമാണ്. CPM എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് CPMന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. പ്രത്യക്ഷത്തിൽ CPM BJPയോടൊപ്പം ഇല്ലെങ്കിലും CPMന് അകത്തിരുന്നു കൊണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന, BJPക്ക് വേണ്ടി വിടുവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപഹാസ്യമായ രംഗത്തിന് നമ്മൾ സാക്ഷികളാകുകയാണ്. പലയിടങ്ങളിലും ധാരണയുണ്ട് എന്ന് പറയപ്പെടും.
പലയിടങ്ങളിലും ധാരണയുണ്ട് എന്ന് പറയപ്പെടുന്നു. നിങ്ങൾ എന്തൊക്കെ ധാരണയുണ്ടാക്കിയാലും, എന്തൊക്കെ ബന്ധങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയാലും, നിങ്ങൾ എന്തൊക്കെ കരാറുകൾ ഉറപ്പിച്ചാലും, ആ കരാറുകളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് 20 ലോകസഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പാർലമെന്റിലേക്ക് പോകും. നിങ്ങൾക്കാർ സംശയമുണ്ടോ? എല്ലാ സർവേകളും വ്യക്തമാക്കുന്നത് UDF-ന്റെ തരംഗമുണ്ട് എന്നാണ്. UDF-ന്റെ തരംഗം ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ തരംഗം ഇന്ത്യയിലാകമാനമുണ്ട്. ഇന്ത്യയിലാകമാനമുണ്ട്. ഓരോ റാലിയും സംബന്ധിക്കുന്ന ജനലക്ഷങ്ങൾ, ഓരോ സംസ്ഥാനത്തിനും രൂപപ്പെട്ട മുന്നണി ബന്ധങ്ങൾ, ആ മുന്നണി ബന്ധങ്ങളിലൊക്കെ ഈ രാജ്യത്ത് വോട്ടുകളായി മാറി ഞങ്ങൾ താഴെ പോകും എന്ന് കണ്ടപ്പോഴാണ് വർഗീയതയുടെ പുതിയ മുദ്രാവാക്യവുമായി BJP പൗരത്വ നിയമ ഭേദഗതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതാരെ പ്രീണിപ്പിക്കാനാണ്? ആരെ പ്രീണിപ്പിക്കാനാണ്? ഓരോ സംഭവങ്ങളും ഇവരുണ്ടാക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും പരാജയം മുന്നിൽ കാണുമ്പോൾ ഇവർ പുൽവാമ ഉണ്ടാക്കിയതും മുസഫർ നഗറിലെ കലാപം ഉണ്ടാക്കിയതും, ആ കലാപത്തിൽ കേവലം അങ്കുലീപരിതമായ സീറ്റുകൾ ഉണ്ടായിരുന്ന BJP കലാപത്തിലൂടെ 72 സീറ്റുകൾ ഉണ്ടാക്കിയതും നമ്മൾ മറന്നുപോയിട്ടില്ല. ഓരോ സന്ദർഭത്തിലും അവർ പ്രയോഗിക്കുന്നത് വർഗീയതയെ പ്രീണിപ്പിക്കുന്നു, ആ വർഗീയതയെ താലോലിക്കുന്നു, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ രണ്ടാക്കി മാറ്റുന്നു. ഇന്ത്യയെ വിഭജിക്കുന്ന രൂപത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ രണ്ടാക്കി 2 ഭാഗത്തേക്ക് മാറ്റുന്നു, മതങ്ങളെ വേർതിരിക്കുന്നു. എന്നിട്ട് രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കുന്നു. ആ വർഗീയത ആളിക്കത്തിക്കുന്നത് പോലെ CPM-ഉം വർഗീയത നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പറഞ്ഞിട്ടുണ്ടാകും, വടകരയിൽ ഷാഫി വന്നിറങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ള തരംഗം, ഷാഫിയുടെ മാസ് എൻട്രി, ആ എൻട്രിയിൽ വെപ്രാളം പൂട്ടവർ ഇപ്പൊ അവർ പറഞ്ഞു നടക്കുന്നത് എന്താന്ന് വെച്ചാൽ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, മുണ്ട് ഉടുത്തതെല്ലാം ഇടത്തോട്ട് തന്നെ. എന്താ അതിനർത്ഥം? ഉടുത്തതെല്ലാം ഇടത്തോട്ട് തന്നെ. എന്താ അതിനർത്ഥം? ഉടുത്തതെല്ലാം ഇടത്തോട്ട് തന്നെ എന്ന് പറയുമ്പോ ഷാഫിയെ കോർണർ ചെയ്യുകയാണ് അവർ. ഷാഫിയെ കോർണർ ചെയ്തിട്ട് ഭൂരിപക്ഷ വോട്ടുകൾ, ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ഇവിടെ രാഘവേട്ടനെതിരായി അവർ പ്രചരിപ്പിക്കുന്നെന്താ? രാഘവേട്ടനെതിരായി പ്രചരിപ്പിക്കുന്നെന്താ? രാഘവേട്ടൻ ഇത്രമാത്രം ജനകീയനായതുകൊണ്ടാണല്ലോ 4ാം തവണയും AICC ഹൈക്കമാൻഡ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം നാട്ടുകാരനല്ല, കണ്ണൂർക്കാരനാണ്. ശരി, ഞങ്ങൾ സമ്മതിക്കുന്നു, കണ്ണൂർക്കാരനാണ്. KPCC ജനറൽ സെക്രട്ടറി ആയി നിൽക്കുമ്പോഴാണ് തിരുവമ്പാടിയിൽ തെരഞ്ഞെടുപ്പുമായി അദ്ദേഹം ആദ്യമായി കോഴിക്കോട്ട് പ്രവർത്തന രംഗത്ത് ഇറങ്ങുന്നത്. അന്ന് മുതൽക്ക് നമ്മുടെ ബന്ധം 2006 മുതലുള്ള അദ്ദേഹത്തിന് 24 വരെയുള്ള ബന്ധം, ആ ബന്ധത്തിലൂടെ 800-ൽ നിന്ന് 18,000-ഉം 18,000-ൽ നിന്ന് 85,000-ഉം ആയി മാറിയത് അദ്ദേഹത്തിന്റെ ജനകീയ അടിത്തറയുടെ ഭാഗമായിട്ടാണ്. ആ ജനകീയ അടിത്തറയിൽ നിന്ന് വളർന്നു വന്ന പ്രിയങ്കനായ MK രാഘവൻ തന്നെ 4ാം തവണയും കോഴിക്കോട് നിൽക്കണം എന്ന് ഹൈക്കമാൻഡ് ഏകകണ്ഠമായി തീരുമാനിക്കുന്നത് അദ്ദേഹം ജനങ്ങളുമായിട്ടുള്ള നല്ല ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരഴിമതിയുടെയും ഒരു സജ്ജനപക്ഷപാതത്തിന്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് മോശമായി എന്തെങ്കിലും പറയാൻ എതിരാളികൾക്ക് വാക്കുകളില്ലാതെ വന്നപ്പോ അവർ അവസാനം കണ്ടുപിടിച്ചത് എന്താണ്? പത്മജ പോയിട്ടുണ്ട്, അനിൽ ആന്റണി പോയിട്ടുണ്ട്, രാഘവനും പോകുമെന്ന. പക്ഷേ ഈ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് 2ാമതൊരു ജയിലുണ്ടായിട്ടുള്ളത് കേരളത്തിലാണ്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ്. ആ കുണ്ടറയിൽ ജയിലുണ്ടാക്കിയ വിവരം ഞങ്ങളോട് പറയുന്നത് BJP-യുടെ പ്രസിഡന്റ് K. സുരേന്ദ്രനാണ്. ആരോ ജയിലുണ്ടാക്കിയത്? ആരോ ജയിലുണ്ടാക്കിയ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ഈ രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടം നടക്കുമ്പോ ഈ രാജ്യത്തിലെ ഭരണഘടന വിഭാവനം ചെയ്ത ആ നീതി, സാമൂഹ്യനീതി, എല്ലാവർക്കും ഉറപ്പുവരുത്തുന്ന സാമൂഹ്യനീതി നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുമ്പോ ആ ഭരണഘടനയെ മറികടന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം അടിച്ചേൽപ്പിക്കുമ്പോ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ആദ്യമായി 2ാമത്തെ ജയിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് നമ്മുടെ കേരളത്തിലാണ്. അത് പിണറായി വിജയനാണ്. ഇവരാണ് ഇപ്പൊ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന് നമ്മുടെ ഇടയിൽ പറയുന്നത് ഞങ്ങൾ ഇതിന്റെ ആളുകളാണ്. ഏതിന്റെ ആളുകൾ? ഈ രാജ്യത്തെ മുസ്ലിംകളുടെ ആളുകൾ. ന്യൂനപക്ഷത്തിലെ കാര്യങ്ങൾ പറയാൻ ഞങ്ങളെ ഉള്ളൂ. അത് പറയുമെന്നുള്ളതുകൊണ്ടായിരിക്കും അബുഖായിവിടെ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞില്ലേ, കാക്ക ഉത്സവ കൊക്കാവില്ല നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്നുള്ള പ്രയോഗത്തിലൂടെ ആദ്യം മതി.
അത് ക്ലിക്കാതെ പോയപ്പോ ആ പോസ്റ്ററിന്റെ മുകളിൽ വേറെ പോസ്റ്റർ പൊട്ടിച്ചു. ഇപ്പൊ ഇക്ക എന്നുള്ളത് നിർത്തി. ഇപ്പൊ സ്വകാര്യമായി വീടുകളിൽ കയറിയിരുന്ന പറഞ്ഞ രാഘവേട്ടൻ വർഗീയ മതി. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിനകത്ത് ശബ്ദിച്ചതിന്റെ പേരിൽ 2 തവണ നടപടിക്ക് വിധേയനായിട്ടുള്ള പാർലമെന്റ് അംഗമാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MK രാഘവൻ MP എന്ന് നമ്മൾ മനസ്സിലാക്കി. 2 തവണ പാർലമെന്റിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ കോഴിക്കോട് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ജനകീയ മാർച്ച് കോഴിക്കോട് കടപ്പുറത്തെ രക്തസാക്ഷി മണ്ഡലത്തിൽ സമാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 33 കൊല്ലമായി ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ ഭഗവാനെ കാണാൻ വേണ്ടി പോകുന്നു. തുടർച്ചയായി ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പനെ ദർശിക്കാൻ കാണാൻ വേണ്ടി പോകും. എല്ലാ മാസവും ഞാൻ ഗുരുവായൂർ ഒരു വിശ്വാസിയാണ്. ഞാൻ 100% വിശ്വാസിയാണ്. ഒരു വിശ്വാസി എന്നുള്ളതിലേക്ക് ഞാൻ പറയുന്നു, എന്റെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഈ പൗരത്വ നിയമ ഭേദഗതി ഈ രാജ്യത്ത് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല, എന്റെ പാർട്ടിയും സമ്മതിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടല്ലോ, അത് ഇന്നും അന്തരീക്ഷത്തിൽ. രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടക്കുകയാണ്. ഉറങ്ങുന്നുണ്ടോ അദ്ദേഹം? ഉണ്ണുന്നുണ്ടോ അദ്ദേഹം? വിശ്രമിക്കുന്നുണ്ടോ അദ്ദേഹം? അദ്ദേഹം യാത്ര തുടരുകയാണ്. ജനങ്ങളെ കാണുകയാണ്. മഹാത്മാഗാന്ധി നടന്നതുപോലെ ജനങ്ങളെ കാണാൻ, ജനങ്ങളെ അറിയാൻ, പഠിക്കാൻ വേണ്ടി ഇറങ്ങിയ ഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട മഹാനായ നേതാവാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ, ആ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കാൻ ഈ ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് പോകേണ്ടത് ആരാ പോകേണ്ടത്? നരേന്ദ്രമോദി എന്ന് മൂക്കിൽ ഉറപ്പിച്ചാൽ അവിടെ മൂത്രമൊഴിച്ചു പോകുന്ന മറുഭാഗത്തെ സ്ഥാനാർത്ഥിയാണോ? അതല്ല, നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും ജനാധിപത്യത്തിനു വേണ്ടി വാദിച്ച നമ്മുടെ പ്രിയങ്കരനായ MK രാഘവനാണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൻമോഹൻ സിംഗ് വന്ന സന്ദർഭത്തിൽ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിന് പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു. സച്ചാർ കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി ദേശപ്രവർത്തിച്ചു. ആ കമ്മീഷൻ ശുപാർശ ചെയ്ത കാര്യങ്ങൾ ഒന്നുപോലും നടപ്പാക്കാതെ പോയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്, പിണറായി വിജയൻ ഗവൺമെന്റ്. അതുകൊണ്ട് ഇവരെ തിരിച്ചറിയാൻ നമ്മൾ കഴിയണം. ഇവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരിപ്പോ പറയുന്ന ഒരു സംഗതി എന്താ? ഏതായാലും അവർ പരാജയപ്പെടും, രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോ നമ്മുടെ ബാലം പറയുന്നു ചിഹ്നം നിലനിർത്താൻ വേണ്ടി. അപ്പൊ രാജ്യം നിലനിർത്താനല്ല, ചിഹ്നം നിലനിർത്താൻ. ചിഹ്നം എന്താവും? ചിഹ്നം ചീങ്കണ്ണിയാകും, മരപ്പട്ടിയാകും, കരിയിലയാകും. അതുകൊണ്ട് ചിഹ്നം നിലനിർത്താൻ വേണ്ടി എന്ന് പറയുന്നതിന്റെ പിറകിൽ പാർട്ടി സഖാക്കന്മാരെ കൂടെ നിർത്തുക എന്നുള്ള ദുരുദ്ദേശമുണ്ട്. പാർട്ടിയിലെ സഖാക്കന്മാർ കൂടെയില്ലാത്തതുകൊണ്ട് വെപ്രാളം CPM-നുണ്ട്. സർവീസ് സംഘടനകളോട് ചോദിക്കുക, ജനങ്ങളോട് ചോദിക്കുക, വീട്ടിലെ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകളോട് ചോദിക്കുക, ആർക്ക് വോട്ട് ചെയ്യുമെന്ന്. എല്ലാവരും എതിരാണ്, ടോട്ടലി എതിരാണ്. ജനങ്ങളെതിരാണ്. ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഈ മുന്നണിയെ, ഇടതുപക്ഷ മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് മാത്രമല്ല, വലിയ വ്യത്യാസത്തിന്, മഹാഭൂരിപക്ഷത്തിന്, 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് 85,000 തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് MK രാഘവനെ നിങ്ങൾ തെരഞ്ഞെടുത്തേക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയായിട്ടുള്ള RMP മുന്നണിയുടെ കരുത്തയായ നേതാവും നിയമസഭയിലെ ഏറ്റവും കടുത്ത പോരാട്ടത്തിന്റെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീമതി KK രാം MLA, ജില്ലാ മുസ്ലിം ലീഗിന്റെ അഭിനന്ദനായ അധ്യക്ഷൻ MA റസാഖ് മാസ്റ്റർ, ബഹുമാന്യനായ, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം മറ്റൊരവസരത്തിൽ വീണ്ടും കേൾക്കാം, പ്രിയപ്പെട്ട KC അബു സാഹിബ്,
പ്രിയപ്പെട്ട രാജേഷ്, പ്രിയപ്പെട്ട റംസീന നരിക്കുനി അടക്കമുള്ള നേതാക്കന്മാരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, സർവരിലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരു സുദീർഘമായ പ്രസംഗം ഇനി നടത്തേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു, പ്രത്യാശിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ലീഡർ, ജനനായകൻ, ജനഹൃദയങ്ങളിലെ ജനനായകൻ പ്രിയപ്പെട്ട രാഘവേട്ടൻ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തും. ഈ രാഘവേട്ടൻ എന്നുള്ള വിളി 15 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. 15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പയ്യന്നൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വന്നതാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടി അദ്ദേഹത്തെ, ഹൈക്കമാൻഡ് അദ്ദേഹത്തെ കോഴിക്കോട് നിയോഗിച്ചു. ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചുരുങ്ങിയ വോട്ടുകൾക്ക് വിജയിച്ചു. പക്ഷെ അദ്ദേഹം കൈവിട്ടില്ല, നമ്മളെ കൈവിട്ടില്ല. അദ്ദേഹം ഓരോ ആളുകളുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞു, ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിച്ചു. സന്താപത്തിലും സന്തോഷത്തിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായി. നമ്മൾ അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഹൃദയ താളമാണ്, ഞാൻ എല്ലായിടത്തും സൂചിപ്പിച്ചു, ഇതൊരു ഹൃദയ താളമാണ് രാഘവേട്ടൻ എന്നുള്ള പേര്. ഒരു കൂട്ടക്ഷരത്തിന്റെ സഹായം അദ്ദേഹത്തിന് ആവശ്യമില്ല. ഒരാൾ പെട്ടെന്ന് വന്ന് ഒരു കൂട്ടക്ഷരം കൂട്ടിയപ്പോൾ നമുക്കൊക്കെ തിരിഞ്ഞു എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ദുരുദ്ദേശമെന്ന് തിരിഞ്ഞു. നേരത്തെ റസാഖ് മാഷ് പറഞ്ഞതുപോലെ അവരതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. ഇതാണ് CPM എല്ലായിടത്തും പുലർത്തുന്ന ഒരു സമീപനം. ജാതിയും മതവും പറയാം, നമ്മളെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാം, എന്നിട്ട് രാഷ്ട്രീയ അധികാരം കൈക്കൊള്ളുക, എന്നിട്ട് ജനങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിന്ന് അക്രമവും അരാജകത്വവും കൊലപാതകവും ബോംബ് നിർമ്മാണവും നിർബാധം തുടരുന്ന ഒരു രാഷ്ട്രീയം ഇവിടെയുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് അബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ആശയത്തെ പ്രതിനിധീകരിക്കുന്നു, എന്റെ എതിരാളി ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുന്നു, എന്റെ ആശയം ഇന്നതാണ്, ഈ രീതിയിലാണ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ രാജ്യഭരണം ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്നെന്ന രീതിയിലാണ്. എന്റെ എതിരാളിയെ കുറിച്ച് എനിക്കൊരു എതിർവാക്കുകളില്ല. പക്ഷെ എതിരാളി മുന്നോട്ട് വെക്കുന്ന ആശയമാണ് എന്റെ പ്രശ്നം. ആ ആശയം ഇന്നതാണ്. ഇവിടെ ഞങ്ങൾ പറയുന്ന അതാണ്. ഞങ്ങളുടെ ആശയം ഐക്യജനാധിപത്യ മുന്നണിയാണ്. ആ ജനാധിപത്യ മുന്നണിയോട് RMP കൂടി ചേരുന്നു. മറ്റുള്ളത് ഈ രാജ്യത്തിലെ, ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 8 വർഷമായി അനുഭവിച്ചു വരുന്ന ഒരാശയമാണ്. ആശയം എന്ന് പറയുന്നത് കൃത്യമായി കൊലപാതകമാണ്, കൃത്യമായി അരാജകത്വമാണ്, അഴിമതിയാണ്, അതുപോലെ തന്നെ ബോംബുണ്ടാക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥാവിശേഷമാണ്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്, നഗ്ന യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമോ എന്നുള്ളിടത്താണ് നമ്മുടെ സാമൂഹ്യ ബോധം അളന്ന് തൂക്കപ്പെടുക. ഞാൻ അങ്ങനെ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം സാക്ഷരരാണ് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ മഹാത്മ്യം. നവോത്ഥാനത്തിന്റെ നാൾവഴികളിൽ ഏറ്റവും നല്ല സഹവർത്തിത്വത്തിന്റെയും സമ്മോഹനമായിട്ടുള്ള സമാധാന അന്തരീക്ഷത്തിന്റെയും സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു ജനതയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഉയർത്തുന്ന ചോദ്യം, ഈ ഭീകരന്മാരെയും ഈ കാട്ടാളത്തുള്ള മനുഷ്യ നീതി പുലർത്താൻ കഴിയാത്ത ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകൾ കൈത്തൊഴിലാക്കിയിട്ടുള്ള ഒരു വിഭാഗത്തെ തന്നെ വീണ്ടും നമ്മൾ മാൻഡേറ്റ് ജനവിധി കൊടുക്കണോ? അതല്ല. കേരളം എക്കാലത്തും സമ്മോഹനമായി അനുവർത്തിച്ചിട്ടുള്ള ജനാധിപത്യവും മതേതരത്വവും സഹവർത്തിത്വവും സ്നേഹവും ഒക്കെ രൂപപ്പെടുത്തപ്പെടേണ്ട ഒരവസ്ഥാവിശേഷം ഉണ്ടാകണോ എന്നുള്ളതാണ്. ഇത് വെറുതെ ഒരു തിരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിന്ന് പറയുന്നതല്ല. കഴിഞ്ഞ 8 വർഷത്തെ നിങ്ങൾ ഒന്ന് കൃത്യമായി മുടിനാരിഴ കീറി പരിശോധിച്ചാൽ ഇവിടെ നടന്നത് അത്രയും. ഒരു അഴിമതി നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി നടക്കൂല, കാരണം പിടിക്കപ്പെട്ടു. സ്പ്രിംഗ്ലർ വന്നു, നമ്മൾ വിചാരിച്ചു അതോടുകൂടി നിൽക്കും. കേരളയിൽ വന്നു, 2 ലക്ഷം കോടിയുടെ അഴിമതിയാണ് അവിടെ നടത്താൻ. 2 ലക്ഷം കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു കേരളയിൽ നിന്ന് ജൈക്ക എന്ന് പറയുന്ന ജപ്പാൻ ബാങ്ക് അതിൽ നിന്ന് കടമെടുക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ 40%. ഇത് കൃത്യമായ ഒരു കണക്കാണ്. ഫോൺ വന്നു, ലൈഫ് മിഷൻ വന്നു, സ്വർണക്കടത്ത് വന്നു.
ബഹുമാനപ്പെട്ട കെ മുരളീയേട്ടൻ പറയാറുണ്ട്, സാധാരണയായിട്ട് നമ്മൾ CCTV ക്യാമറ ഒക്കെ കള്ളനെ പിടിക്കാനാണ്. എന്നാൽ ആദ്യമായിട്ട് കക്കാൻ ക്യാമറ വെച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഈ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ. എന്ന് പറഞ്ഞാൽ കൊടിയ അഴിമതിയും അരാജകത്വവും ഈ രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ പറയാറുണ്ട്, എന്റെ ഒരു സ്വാർത്ഥത ഉണ്ട്, ഞാനും എന്റെ കെട്ടിയോളും കുട്ടിയോളും ഒരു തട്ടാൻ. ഞാനും എന്റെ കെട്ടിയോളും കുട്ടിയോളും ഒരു തട്ടാനെന്ന് പറയും. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഞാനും എന്റെ മോളും എന്റെ മരുവനും എന്റെ ഓളും പിന്നെ കുറെ അഴിമതി. ആ മോനും അതുണ്ട്. അതായത് പറഞ്ഞൊക്കെ നഷ്ടപ്പെട്ട ഒരു പ്രസംഗമാണ്, മറ്റൊരിക്കൽ ലാഭം. ബഹുമാനപ്പെട്ട ഉദ്ഘാടക അത്യുജ്വലമായി ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അപ്പോ മോനും മരുമോനും മോളും ഒരു തവണ കട്ടാൽ സ്വാഭാവികമായിട്ടും പിടിക്കപ്പെട്ടാൽ നമ്മൾ നിർത്തും. അങ്ങനെ കട്ട് നാട് മുടിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള നല്ല മനുഷ്യർ, നേരത്തെ രമാമയുടെ ഇവിടെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള നല്ല മനുഷ്യർ മുഴുവനും എതിർപ്പ് തുടങ്ങിയപ്പോഴാണ് ശ്രീ AK ബാലൻ പറഞ്ഞത്, നമ്മുടെ ചിഹ്നം നിലനിർത്താനെങ്കിലും കേഴുകയാണ്, ഒരു ഏണസ്റ്റ് റിക്വസ്റ്റാണ്, നമ്മുടെ ചിഹ്നം നിലനിർത്താനെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ അവശേഷിക്കുന്ന റിക്വസ്റ്റാണ്. പക്ഷെ എങ്ങനെ ആ ചിഹ്നം നിലനിർത്താൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, KT ജലീലിന് കൊടുക്കാത്ത ചിഹ്നം PTA റഹീംക, നമ്മളെ നിയോജക മണ്ഡലത്തിൽ മുമ്പ് MLA ആയിരുന്ന, ഈ നിയോജക മണ്ഡലത്തിൽ ജീവിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, 4 തവണയായിട്ട് CPM-ന്റെ സ്വതന്ത്രനായിട്ടുള്ള റഹീംകാക്ക് കൊടുക്കാത്ത ചിഹ്നം, നിലമ്പൂരിൽ അൻവറിന് കൊടുക്കാത്ത ചിഹ്നം, കാരാട്ട് റസാക്കിന് കൊടുക്കാത്ത ചിഹ്നം, പൊന്നാനിയിൽ ഹംസക്ക് കൊടുക്കാനുണ്ടായ കാരണം അതിൽ തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാം. കമ്മ്യൂണിസ്റ്റ് ആശയം ചോർന്ന് ആർക്കും കൊടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ഈ CPM-ന്റെ ഔദ്യോഗിക ചിഹ്നം മാറി എന്നുള്ളിടത്താണ് CPM ഇന്ന് എത്തി നിൽക്കുന്ന ഏറ്റവും ദയനീയമായിട്ടുള്ള വശം. ഇനി ഇവരുടെ ചിഹ്നം ഈനാമ്പേച്ചിയും മരപ്പറ്റിയൊന്നുമില്ല. ഇവരുടെ ചെയ്തികൾ വെച്ച് നോക്കിയാൽ വാളും ബോംബും തൂക്കുകയറും, ഈ 3 കാര്യങ്ങളാണ് ഇനി CPM-ന് ചിഹ്നമായിട്ട് വരേണ്ടത്. നിങ്ങൾ ഓർത്തു നോക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത് ഓരോന്നും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഇവിടുത്തെ ഒരുപാട് സഹോദരിമാർ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥനെ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. സിദ്ധാർത്ഥ് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി, 3 ദിവസം 3 നീണ്ട ദിവസങ്ങൾ ഒരു തുള്ളി വെള്ളമില്ലാതെ അയാളെ കാട്ടാളന്മാർ, SFI കാട്ടാളന്മാർ ഭേദ്യം ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കറുത്ത വർഗക്കനായിട്ടുള്ള ജോർജ് ലോയിഡിന്റെ കഴുത്തിൽ മുട്ട് ഞെരിച്ചിട്ട് വെളുത്ത വർഗക്കനായിട്ടുള്ള പോലീസ് ഇങ്ങനെ നമ്മൾ കറ്റ മരിക്കുന്നത് പോലെ, നെല്ല് മരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ജോർജ് ലോയിഡിന്റെ കഴുത്തിൽ ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ, ഞെരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ശ്വാസം മുട്ടുന്നേന്ന്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, സിദ്ധാർത്ഥ് എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. സിദ്ധാർത്ഥ് നിങ്ങളുടെ മകനാണെങ്കിൽ, സിദ്ധാർത്ഥ് നിങ്ങളുടെ സഹോദരനാണെങ്കിൽ, സിദ്ധാർത്ഥ് നിങ്ങളുടെ ഏറ്റവും നല്ല അയൽപക്കക്കാരനാണെങ്കിൽ, നല്ല സമരിയക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം വിഷമുണ്ടാകണം. ആ കുട്ടി എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാകണം. എന്താണ് ഈ കാട്ടാളത്വം ഇങ്ങനെ തുടരാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ്? ശുഐബ് ക്രൂരമായി കൊല്ലപ്പെട്ടു. ബഹുമാനപ്പെട്ട രമേശ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല. എത്ര ക്രൂരമായിട്ടാണ് 51 വെട്ടുകൾ വെട്ടി. അത് TP നിങ്ങളുടെ ഭർത്താവായിരുന്നെങ്കിൽ, TP നിങ്ങളുടെ മകനായിരുന്നെങ്കിൽ, TP ഞങ്ങൾക്കൊക്കെ പ്രിയങ്കരനായിരുന്നു, നിങ്ങളുടെ ഇഷ്ടക്കാരനായിരുന്നെങ്കിൽ, നിങ്ങളുടെ സഹോദരനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം വേദനിക്കുകയായിരുന്നു. ഷുക്കൂർ എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യൻ, MSF-കാരൻ, ഒരു വിശാലമായ അറ്റം കാണാത്ത ഒരു വയലിൽ കൂട്ടമായി 250 പേർ ഓടിച്ചിട്ട് ഭേദ്യം ചെയ്ത് ക്രൂരമായി കൊല്ലുന്നത് അത് നിങ്ങളുടെ മകനാണെങ്കിൽ, ആ ഉമ്മയുടെ വേദന, ആ കരുത്തായി ഷുക്കൂറിന് അനുകൂലമായി വിധി വരുന്നത് വരെ ആ ഉമ്മയുടെ വേദന കരുത്തായി ഉപയോഗിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. ആ ഉമ്മ നിങ്ങളായിരുന്നുവെങ്കിൽ, കൃപേഷും ശരത് ലാലും നിങ്ങളുടെ മക്കളായിരുന്നെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ ഈ ക്രൂരതയെ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഈ ക്രൂരതയെ നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ എതിരേൽക്കേണ്ടത്. ക്രൂരതയില്ലാത്ത മനസ്സുകൾ അത് അങ്ങനെയാണ്
സമൂഹവുമായിട്ട് ഇതിനെ സംവദിപ്പിച്ച് നിർത്തേണ്ടത്. അതൊരു ഗൗരവതരമായ പാഠമാണ്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് കുഞ്ഞനന്ദനല്ല, മരിച്ചുപോയ കുഞ്ഞനന്ദനല്ല, മരിച്ചുപോയ അശോകനല്ല, വീണ്ടും വീണ്ടും ശിക്ഷിക്കപ്പെട്ട, ഇരട്ടി ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ട് ആളുകളൊന്നും അല്ല, മറിച്ച് അതിന്റെ അങ്ങേ തലയിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ ഫ്ലാഷ് ഇങ്ങനെ കടന്നു വന്ന് ഇങ്ങനെ പോയിട്ട് ചില മുഖങ്ങൾ കാണിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ മുഖങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തെളിഞ്ഞു നോക്കിയാൽ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ഭീകരനെ കാണും. ആ ഭീകരനാണ് കേരളത്തിന്റെ കൊലയാളിയായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സാക്ഷരരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ ഈ കൊലയാളി മുഖ്യമന്ത്രിക്ക് വീണ്ടും വീണ്ടും മാൻഡേറ്റ് നൽകാൻ, ജനവിധി നൽകാൻ കഴിയുമെന്നുള്ളിടത്ത് നാളെ നിങ്ങളെ ഇവിടുന്നെങ്ങാനും അരുതാത്തത് സംഭവിച്ചു പോയാൽ, ബഹുമാനപ്പെട്ട രമ മേഡവും റസാഖ് മാഷും ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, 20-ൽ 20 ജയിക്കണം. അപ്പോഴേ നാളെ വരുന്ന തലമുറ നമ്മളെ കുറിച്ച് നല്ലവർ, ധീരന്മാർ എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അവരെ നമ്മളെ വിലയിരുത്തുക മോശക്കാരെന്നല്ല, ഒന്നിനും കൊള്ളാത്തവരെന്നാണ്. അത്രമാത്രം കൊടിയ പാതകങ്ങൾ നടത്തും. ഇപ്പൊ പാനൂരിൽ ബോംബ് പൊട്ടി അന്ന് ഞങ്ങൾ കുറെ പേര് അവിടെ ഉണ്ട്. ഞങ്ങൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോയതാണ്. ഷാഫി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ ബോംബ് ഉണ്ടാക്കിയത്? ബോംബ് പൊട്ടി ഒരു ഡിവൈഎഫ്ഐക്കാരൻ കൊല്ലപ്പെട്ടു, ഒരു ഡിവൈഎഫ്ഐക്കാരന്റെ കയ്യേറ്റ് പോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പണ്ട് ആദ്യമായിട്ട് ഹെൽമറ്റ് കൊണ്ട് ആക്രമിക്കാം, അതൊരു സുരക്ഷയാണ് എന്ന് പറഞ്ഞു വെച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ അയാൾ പറഞ്ഞ ഏറ്റവും വലിയ നുണ എന്താന്ന് പറഞ്ഞാൽ, ഡിവൈഎഫ്ഐക്കാർ അവിടെ പോയി, വലിയ അപകടം സംഭവിച്ചു, ബോംബ് പൊട്ടിയപ്പോ അവിടെ പോയി എന്നതല്ലാതെ അതിനെന്താ കുഴപ്പമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ ഇന്നലെ പാർട്ടി സെക്രട്ടറി തിരുത്തിയിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഡിവൈഎഫ്ഐക്കാർ അത് അവരനുഭവിച്ചോട്ടെ, അവരെ ഞങ്ങളെ പാർട്ടിയായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടിയെ എന്റെ കുട്ടിയല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന ഒരു സമീപനം. ഞങ്ങളുടെ വിഷയം അവിടെയല്ല, നമ്മുടെ വിഷയം അവിടെയല്ല. ഈ ബോംബ് എവിടെല്ലാം പൊട്ടുമായിരുന്നു, ഈ ബോംബ് എവിടെയെല്ലാം ആരെല്ലാം കൊല്ലുമായിരുന്നു. എന്തിനാണ് ഈ ബോംബ് ഉണ്ടാക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത്? CPM ജയിലറകളിൽ പോലും കൊലപാതകികൾക്ക് ഉത്തമമായിട്ടുള്ള സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും നൽകുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമല്ല. ആ മുഖ്യമന്ത്രി നിർവഹിക്കുന്ന ഇത്തരം വൃത്തികെട്ട ഏർപ്പാടുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള കരുത്താണ് ജനാധിപത്യത്തിൽ നമുക്ക് രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന വോട്ടവകാശം. അതൊരു ഗൗരവമുള്ള ഏർപ്പാടാണ്. വോട്ടവകാശം വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗൗരവമുള്ള ഏർപ്പാടാണ്. ആ ഗൗരവമുള്ള ഏർപ്പാട് കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസക്തി. ആ പ്രസക്തി ഏറ്റവും ഉജ്ജ്വലമായി നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട രാഘവേട്ടൻ വരികയാണ്. വഴിയിൽ താമസിപ്പിക്കരുത്. ഇനി നമുക്ക് 10 മിനിറ്റേ ബാക്കിയുള്ളൂ. ആദ്യം രാഘവേട്ടന്റെ പ്രസംഗമാണ്, അതിനുശേഷം എല്ലാരെയും കാണും. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി, കോഴിക്കോടിന്റെ ജനഹൃദയങ്ങൾ കീഴടക്കിയ കോഴിക്കോടിന്റെ ജനനായകൻ നമ്മെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാനപ്പെട്ട വടകര MLA ശ്രീമതി KK രമ അവർ,
മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട റസാഖ് മാഷ്, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ഇസ്മായിൽ, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് ശ്രീ കെ സി അബു സാഹിബ്, ശ്രീ വി എം ഉമർ മാഷ്, ശ്രീ എ അരവിന്ദൻ, ശ്രീ ശശിമാഷ്, ശ്രീ കെ കെ ഖാദർ, ശ്രീ നമ്പൂതിരിപ്പാട്, വേദിയിലുള്ള മറ്റ് പ്രിയപ്പെട്ട നേതാക്കളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇന്ന് രാവിലെ ആരംഭിച്ച കൊടുവള്ളി അസംബ്ലി നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയുടെ സമാപന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച സ്വീകരണ പരിപാടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടികളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ വലിയ ഒരു പാർട്ടിസിപ്പേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം നിലവിലുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള ജനവികാരമാണ് എല്ലാ സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മാധവേട്ടൻ രമയുടെ വന്യനായ പിതാവാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ സമർപ്പിത ജീവിതം നയിച്ച മാധവേട്ടനെ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് വീണ്ടും നിങ്ങളെ ഞാൻ സമീപിക്കുകയാണ്. 3 തവണ നിങ്ങളെ ജയിപ്പിച്ചവരാണ്. 4ാം തവണയും നിങ്ങളുടെ മുമ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ്. കഴിഞ്ഞ 15 വർഷക്കാലം കോഴിക്കോടിനെ സംബന്ധിച്ച് വികസന ചരിത്രത്തിൽ ഒരു സുവർണ കാലഘട്ടമാണെന്ന് പറയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിലെ ഏക ലോകസഭാ മണ്ഡലം കോഴിക്കോടാണെന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇനി നമ്മുടെ ലക്ഷ്യം കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണം. ഇനി നമ്മുടെ ലക്ഷ്യം ബേപ്പൂർ പോർട്ട് മേജർ പോർട്ടാക്കി ഉയർത്തണം. ഇനി നമ്മുടെ ലക്ഷ്യം കോഴിക്കോട് ഇനിയും IT കമ്പനികൾ വരണം. ഇനി നമ്മുടെ ലക്ഷ്യം കൂടുതൽ തീവണ്ടികൾ കോഴിക്കോട് നിന്ന് ആരംഭിക്കണം. കൂടുതൽ ഡൊമസ്റ്റിക് കണക്ടിവിറ്റി കോഴിക്കോട് ഉണ്ടാകണം. ഇത് നാടിൻ്റെയും ജനങ്ങളുടെയും പൊതുവായ ആവശ്യമാണ്. ആ ഒരു മുദ്രാവാക്യം ഉയർത്തിയാണ് 4ാമത് നിങ്ങളെ കാണാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന് മാറ്റങ്ങളുടെ കാലഘട്ടമാണെന്ന് പറയാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ അല്ലെങ്കിൽ വർഗീയ ഫാസിസ്റ്റ് വാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം, അതിന് അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറ്റണം. അതിന് നിങ്ങളുടെ എല്ലാം തന്നെ സഹായമുണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ രാജ്യത്ത് ആരംഭിച്ച ഒരു പോരാട്ടമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ മോദി എതിർക്കാൻ ചങ്കൂറ്റമുള്ള മറ്റൊരാളെയും ഞാൻ നിമിഷം വരെ കണ്ടില്ല എന്ന് പറയാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ഇതുപോലെ തൻ്റെ ഇടത്തോടുകൂടി ഒരു ഭരണാധികാരിയെയും ഭരണകൂടത്തെയും വെല്ലുവിളിക്കാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ആർജവം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ റിസൾട്ടിൽ, ഫലത്തിൽ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, 2004 വാജ്പേയിക്ക് പറ്റിയൊരു പരാജയമുണ്ട്. 2004 വാജ്പേയി അന്ന് 1 വർഷക്കാലം ഷൈനിങ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി.
ഒരു വർഷക്കാലം പരസ്യം കൊടുത്തു അദ്ദേഹം. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങൾ എഴുതി ഇനി വാജ്പേയിയുടെ കാലഘട്ടമാണ്, വാജ്പേയി 2004 വീണ്ടും പ്രധാനമന്ത്രിയാകും എന്നാണ് എല്ലാ മാധ്യമങ്ങളും എന്ന് പറഞ്ഞത്. ആ തെരഞ്ഞെടുപ്പിൽ വാജ്പേയി തോറ്റു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. സമാനമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു സംശയവും തർക്കവും നിങ്ങൾക്ക് വേണ്ട. വാജ്പേയി 2004 തോൽക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വാജ്പേയി ഉയർത്തിയ മുദ്രാവാക്യം ഷൈനിങ് ഇന്ത്യ എന്നാണെങ്കിൽ ഒരു പ്രധാനമന്ത്രി തന്നെ പറയുന്നു മോദി ഗ്യാരണ്ടി എന്ന്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇന്നേവരെയും പേര് വെച്ചുകൊണ്ട് ഗ്യാരണ്ടി എവിടെയും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ ഗവൺമെന്റ് ഗ്യാരണ്ടി എന്ന് പറയാറുണ്ട്. മോദി ഗ്യാരണ്ടി എന്ന് കേട്ടത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വാജ്പേയിക്ക് പറ്റിയ പരാജയം പോലെ 2024 മോദിക്ക് പറ്റും എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നാണ് എന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഓരോ ദിവസവും നമുക്ക് അനുകൂലമായി അന്തരീക്ഷം വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനത്തും. ഇപ്പോൾ കർണാടകത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു MP മാത്രമാണ് ഉണ്ടായത്. ഇത്തവണ ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. 12 മുതൽ 16 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ള കണക്ക് പറയുന്നത്. രാജസ്ഥാനിലും സമാനമായ ചിത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ദേശീയ രാഷ്ട്രീയത്തിൽ മോദിയെ താഴെയിറക്കാൻ പറ്റുന്ന ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമാണ്. അതിൽ വിചിത്രമായിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് കേരളത്തിലെ CPM ആണ്. CPMന് എന്ത് രാഷ്ട്രീയമാണുള്ളത്? 543 അംഗങ്ങളുള്ള ലോകസഭയിൽ മോദിയെ താഴെയിറക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് 26 സീറ്റിൽ മത്സരിക്കുന്ന MP ഗോവിന്ദ മാഷ് പറയുന്നത്. 26 സീറ്റിൽ എത്ര എണ്ണം ജയിക്കും ചോദിച്ചാൽ ഗോവിന്ദ മാഷ്ക്ക് അതും പറയാൻ കഴിയില്ല. CPM ഇറക്കിയ മാനിഫെസ്റ്റോ പറയുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി ഞങ്ങൾ തിരിച്ചു വന്നാൽ പുനഃസ്ഥാപിക്കുമെന്നാണ്. 543 സീറ്റുള്ള ലോക്സഭയിൽ 26 സീറ്റിൽ മാർക്സിസ്റ്റ് പാർട്ടി മത്സരിച്ചാൽ എത്ര ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത മാർക്സിസ്റ്റ് പാർട്ടി, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എവിടെയാണ് മോദിയെ മാറ്റാൻ കഴിയുക? 28 കക്ഷികൾ കൂടി ഇന്ത്യ മുന്നണിയിൽ CPM ഇല്ല. നിങ്ങൾ ആലോചിക്കണം, 28 കക്ഷികൾ കൂട്ടിയ ഇന്ത്യ മുന്നണിയിൽ CPM ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് CPM BJPയുടെ B ടീമാണ്. ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. B ടീമാണ്. അവർക്ക് കൊടുക്കുന്ന വോട്ട് മോദിയെ സഹായിക്കുന്ന വോട്ടായിരിക്കുമെന്ന് CPMന്റെ അണികളോട് പ്രത്യേകം പറയാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. LDFന് കൊടുക്കുന്ന ഓരോ വോട്ടും നഷ്ടമായിരിക്കും, മോദിയെ സഹായിക്കുന്ന വോട്ടാണ്. രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്താൽ ആ വോട്ട് മോദിയെ താഴെയിറക്കുന്ന വോട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, BJP എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി കഴിയുമോ? പ്രസംഗത്തിലല്ലാതെ. എന്നാൽ BJPയോട് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആർജവമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, നിങ്ങൾ തൃശ്ശൂരിൽ മത്സരിക്കണ്ടേ? സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ CPI-ക്കാർ നിങ്ങൾ പറയണം, ഞങ്ങൾ മത്സരിക്കാന്ന് പറയണം. ഞങ്ങൾ കാണിച്ച ചങ്കൂറ്റമുണ്ട്. മുരളി വരുന്ന വടകരയിൽ നിന്ന് എടുത്ത് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് ഇട്ടു. എന്തുകൊണ്ടാ? സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. തിരുവനന്തപുരം രാജീവ് ചന്ദ്രസേന തോൽപ്പിക്കാൻ ശശി തരൂർ അവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും BJP എതിർക്കുള്ള തർക്കം നിങ്ങൾക്ക് വേണ്ടത് കാരണം വേറെയാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, CPMന് കൊടുക്കുന്ന ഓരോ വോട്ടും നഷ്ടമായിരിക്കും. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായ ആളുകൾ, സാധാരണക്കാർ ഇത് മനസ്സിലാക്കാൻ മുമ്പോട്ട് വരണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോ രമയെ അറിയുന്ന എനിക്ക് തോന്നുന്നു, ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടി വീടുകളിൽ പോയി പറയുന്നത് രാഷ്ട്രീയമല്ല, ഭരണപരമായ നേട്ടമൊന്നും അവർക്ക് പറയാറുമില്ല. ആശയപ്രചരണം മാർക്സിസ്റ്റ് പാർട്ടിക്കില്ല. മുസ്ലിം വീട്ടിൽ പോയി പറയുന്നത് വേറൊരു ഭാഷയാണ്. അതെ, മുട്ടത്തുറക്കിയുടെ കഥാപാത്രമാണ്. അതെ, മുട്ടത്തുറക്കിയുടെ കഥാപാത്രമാണത്. CPMന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ചെയ്യുന്നത് മുസ്ലിം വീട്ടിൽ പോയി കുത്തിയിരുന്ന് പറയുന്നത് ഒരു മുസ്ലിം തന്നെ ലോക്സഭയിൽ പോകണമെന്നാണ്. CPMന് ഇതുപോലൊരു രാഷ്ട്രീയ ഗതികേട്, പ്രത്യേകിച്ച് ഈ പാർട്ടി സഖാവ് കൃഷ്ണപ്പള്ളിയും EMS-ഉം AKG-യും
കെട്ടിപ്പടുത്ത പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ഈ പാർട്ടി എത്ര കാലം പിടിച്ചു നിൽക്കും ആർക്കും പറയാൻ കഴിയില്ല. തകർച്ചയിൽ കൂപ്പുത്തിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കളുടെ വീട്ടിൽ പോയ വേറെ ഭാഷ ഉപയോഗിക്കണം. ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയാൽ പറയുന്നത് മണിപ്പൂർ വിഷയമാണ്. ഇതുപോലെ വോട്ടുകൾക്ക് വേണ്ടി ആശയങ്ങളും അതുപോലെ തത്വശാസ്ത്രങ്ങളും പണയം വെക്കുന്ന ഒരു പാർട്ടി വ്യക്തിപരമായി എന്നെ കുറിച്ച് ആക്ഷേപം പറയുകയാണ്. 2014 വീട്ടിൽ പോയി പറഞ്ഞു ഇവൻ ജയിച്ചാൽ BJP പോകുമെന്ന്. 2019 പോയി പറഞ്ഞത് ഇവൻ ജയിച്ചാൽ BJP പോകുമെന്നാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പം വീണ്ടും അതന്നെ വീട്ടിൽ പോയി പറയുന്നു ഞാൻ BJP പോകുന്നു. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാര്യം പറയുന്നു, 3 തവണ ഇവിടെ എന്നെ ജയിപ്പിച്ചവർ എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്ത് തന്നെ ആക്ഷേപങ്ങളും അതുപോലെ വ്യക്തിപരമായി എന്നെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചാലും കോഴിക്കോട്ടെ പ്രബുദ്ധരായ ജനങ്ങളാണ് നിങ്ങൾ ആലോചിക്കണം. ആ പരിപ്പ് കോഴിക്കോട് വേവില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കോഴിക്കോട് ജനങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ വീടുകളിൽ പോയി വ്യക്തിഹത്യ നടത്തി ജയിക്കാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. 4ാമത്തെ തെരഞ്ഞെടുപ്പിലും കോഴിക്കോട് UDFന്റെ കൈകൾ ഭദ്രമായിരിക്കും. തർക്കം നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തകർച്ചയിലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇവിടെ പങ്കെടുത്ത നിങ്ങൾ ഓരോരാളും അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു വോട്ട് പോലും പാഴാക്കാതെ കൂടുതൽ വോട്ടുകൾ പിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം, ജയിച്ചേ പറ്റൂ. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ഭരണകൂടം ഡൽഹിയിൽ ഉണ്ടാകണം. നരേന്ദ്രമോദിയെ താഴെയിറക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമായി നിങ്ങൾ കണ്ടുകൊണ്ട് അതേസമയം കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും പാഠം പഠിപ്പിക്കാൻ നമുക്ക് ഈ സമയം കൃത്യമായി വിനിയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് വ്യക്തിപരമായി എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. 15 വൈകുന്നേരം നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കടപ്പുറത്ത് വരുന്നു. മുഴുവൻ ആളുകളും എത്തണം. 16-ാം തീയതി DK ശിവകുമാർ കൊടുവള്ളിയിൽ എത്തുന്നു. അവിടെയും നിങ്ങൾ എത്തിച്ചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയിക്കുന്നു. പിതാവ് മാധവട്ടനെ ആരാധന നടത്തുന്നതിന് വേണ്ടി ആദർമാഷെ ആദരപൂർവ്വം താഴെ ആളെ കാണാൻ ആളുകൾ പോകും. താഴെ ആളുകൾ കാണാൻ